ഹലോ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള കോച്ചിങ് സെൻ്ററാണ്. എന്തിനാണെന്നല്ലേ? നമ്മുടെ നെറ്റ് കോച്ചിങ് സെൻ്ററാണ്. നോക്കിക്കേ, അതിന് കാരണം എന്താ വെച്ചാൽ ഇത്രയും തോനെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെൻറ്ററും കേരളത്തിൽ കാണില്ല. ഓക്കെ, ഏതൊക്കെ കോഴ്സസാണ് നോക്കിക്കേ? നമ്മുടെ സൈക്കോളജി, കൊമേഴ്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, മലയാളം, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി, മാനേജ്മെൻറ്റ്, അറബിക്, ലൈഫ് സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെ മാസ് കമ്മ്യൂണിക്കേഷൻ ഒരുപാട് കോഴ്സസ് ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ ഐഫർ എന്ത് ചെയ്യുന്നുണ്ട്? മിഷൻ JRFിലേക്കുള്ള അഡ്മിഷൻസ് സ്വീകരിക്കുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻസ് എടുത്തോ. ഇനി നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ നമ്മുടെ ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേറൊരു സെൻറ്ററും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, ഇത്രത്തോന ഓഫർ എന്ത് ചെയ്യാറില്ല, പ്രൊവൈഡ് ചെയ്യാറില്ല. നോക്കിക്കേ, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ? നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ്? 10% നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. നിങ്ങളൊരു മദർ ആണോ? നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഓഫർ എന്ന് നോക്കിക്കേ? 20%. ഇനി നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് എത്രയാണ് ഓഫർ എന്ന് നോക്കിക്കേ? 30%. ഇനി നിങ്ങൾ നമ്മുടെ ഐഫറിൽ ഒരു അലുമിനി ആണോ? സോ നിങ്ങൾക്ക് എത്രയാണ് ഓഫർ വരുന്നത്? 35%. സോ ഇത്രയും ഒരുപാട് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഐഫറിൻ്റെ അഡ്മിഷൻ നിങ്ങൾ മിസ് ചെയ്യേണ്ട, എത്രയും പെട്ടെന്ന് എടുത്തോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് ലൈഫ് സയൻസിലെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ CSIR JRFന് ചോദിക്കുന്ന ഒരു പോർഷനാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സെൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് മൾട്ടി സെല്ലുകൾ കൊണ്ടാണ്, അല്ലേ? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ് നമ്മളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരുപാട് സെല്ലുള്ള സ്ഥിതിക്ക് ഇവർ തമ്മിൽ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലേ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കോർഡിനേറ്റ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ അത് എങ്ങനെയെല്ലാമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് എന്തൊക്കെയാണ്, സിഗ്നൽസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നോക്കിക്കേ, ഇത് നമ്മൾ ജസ്റ്റ് കണ്ടില്ലേ, ഒരു സെല്ല് മറ്റൊരു സെല്ലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ഇനി ഒരു പ്രോക്യാരിയോട്ടിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? ഒരു പ്രോക്യാരിയോട്ട് ആണെങ്കിൽ അതിന്റെ കേസിൽ എങ്ങനെയായിരിക്കും വരുന്നത്? നോക്കിക്കേ, ഒരു പ്രോക്യാരിയോട്ട് ആണെങ്കിൽ അതിന്റെ കേസിൽ വരുന്നത് എങ്ങനെയായിരിക്കും? യെസ്, ഒരു പ്രോക്യാരിയോട്ട് ആണെങ്കിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സെല്ലായിരിക്കും, അല്ലേ? ഒരു സിംഗിൾ ആയിട്ടുള്ള സെല്ലായിരിക്കും. ഇനി അല്ലെങ്കിൽ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ഒരു പ്രോക്യാരിയോട്ട് ആകുന്ന സമയത്ത് സിംഗിൾ ആയിട്ടുള്ള ഒരു സെല്ലായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവർ തമ്മിൽ ഇവർക്ക് ഇവരുടെ സെല്ലിനകത്ത് തന്നെയായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഇവർ പൊതുവെ പുറത്തുള്ള സെല്ലുകളുമായിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുറത്തുള്ള മറ്റൊരു ഓർഗാനിസം ആയിട്ടായിരിക്കും യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ത് ചെയ്യുക, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവർ ഒരു സെല്ലായിരിക്കില്ല, ഒരൊറ്റ സെല്ലായതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ നമ്മുടെ ബോഡിയിൽ കാണുന്ന അത്ര കോംപ്ലിക്കേഷൻസ് ഒന്നും ആർക്കില്ല, പ്രോക്യാരിയോട്ടിൻ്റെ കേസിലൊന്നുമില്ല. പക്ഷേ നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് സെല്ലുകൾ കൊണ്ടാണ്, അല്ലേ? ഒരുപാട് സെല്ലുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കൽ നിർബന്ധമാണ്. അത്രയും പ്രോപ്പറായിട്ട് അവിടെ കമ്മ്യൂണിക്കേഷൻ നടന്നാൽ നമ്മളെ ബോഡിയിലെ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുള്ളൂ, പ്രോപ്പറായിട്ട് മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ, സോ അവിടെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? യെസ്, നോക്കിക്കേ, അപ്പോൾ നമ്മുടെ ബോഡിയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിന് കുറച്ച് സിഗ്നൽസ് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് ഒരുപാട് പ്രോസസ്സ് അവിടെ ഉണ്ടാവും. അതിലൊന്നാണ് സിഗ്നലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പ്രധാനമായിട്ടും ഏതൊക്കെ ടൈപ്പ് സിഗ്നലിംഗാണ് നമ്മുടെ ബോഡിയിലുള്ളത് നോക്കിക്കേ. നോക്കൂ, ഏതൊക്കെയാണ്? എൻഡോക്രൈൻ സിഗ്നലിംഗ്, പാരാക്രൈൻ സിഗ്നലിംഗ്, ഓട്ടോക്രൈൻ സിഗ്നലിംഗ്, ദെൻ ഏതാണ് ഫൈനലി കോണ്ടാക്ട് ഡിപ്പെൻഡൻറ്റ് സിഗ്നലിംഗ്, അല്ലെങ്കിൽ ജസ്ട്രാക്രൈൻ സിഗ്നലിംഗ് എന്നൊക്കെ പറയും. ഓക്കെ അല്ലേ? അപ്പോൾ 4 ടൈപ്പ് സിഗ്നലിംഗ് ആണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. ഈ സിഗ്നലിംഗ് ത്രൂ ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കേ, ആദ്യം നമ്മൾ പറയുന്ന എൻഡോക്രൈൻ സിഗ്നലിംഗ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് സിഗ്നലിംഗ് എന്നൊക്കെ പറയും. ഓക്കെ അല്ലേ? ലോങ് ഡിസ്റ്റൻസ് സിഗ്നലിംഗ്, ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻഡോക്രൈൻ സിഗ്നലിംഗിൻ്റെ കേസിൽ എന്ത് ചെയ്യും? ഒരു സെല്ല്, നമുക്കറിയാലോ ഇവിടെ എന്താ നടക്കുന്നത്, എന്തിനാണ് സിഗ്നലിങ്? ഒരു സെല്ല് മറ്റൊരു സെല്ലുമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആണല്ലോ? സോ ഇവിടെ ഒരു സെല്ല് എന്ത് ചെയ്യുന്നു? ചില സെക്രീഷൻസ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഒരു സെല്ല് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ഇവരുടെ മെസ്സേജ്, അല്ലേ? നമ്മളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? മറ്റൊരാളായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏതൊക്കെ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ലെറ്റർ അയക്കും. പണ്ടൊക്കെ ആണെങ്കിൽ ലെറ്റർ അയക്കും, ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ മെസ്സേജ് ചെയ്യും, അല്ലെങ്കിൽ കോൾ ചെയ്യും. ഇങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെല്ല് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർ ചില മോളിക്യൂൾസ് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്. ഓക്കെ, ആ മോളിക്യൂൾസിനെ നമ്മൾ പ്രധാനമായും പറയുന്ന പേരാണ് ലിഗാൻഡ്.
ഓക്കെ, ലിഗാൻഡ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ ഒരു സെല്ല് ഈ ഒരു സെല്ലിന് മറ്റൊരു സെല്ലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ അതെന്ത് ചെയ്യുന്നു, ചില സെക്രീഷൻസ് അല്ലെങ്കിൽ ലിഗാൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ലിഗാൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ലിഗാൻഡ് എത്തേണ്ട ടാർഗറ്റ് ആയ സെൽ എന്ന് പറഞ്ഞ ഒരുപാട് ദൂരെയാണ്, ലോങ് ഡിസ്റ്റൻസിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ട് വേണം ഈ മോളിക്യൂൾസ് പോകാൻ വേണ്ടിയിട്ടില്ലേ. സോ ഇവർ പോകുന്നത് നമ്മുടെ ബ്ലഡ് ത്രൂ ആണ്. ഓക്കെ, അപ്പോൾ ഒരു എൻഡോക്രൈൻ സിഗ്നലിങ്ങിൻ്റെ കേസിൽ നമ്മുടെ ലിഗാൻഡ് നേരെ സെക്രീറ്റ് ചെയ്യുന്ന ബ്ലഡിലേക്കാണ്. ബ്ലഡ് ത്രൂ അത് എവിടെ എത്തുന്നു, എവിടെയാണോ അതിൻ്റെ ടാർഗറ്റ് സെല്ല് ആ സെല്ലിൽ അത് എത്തുന്നു, അവിടെ റിയാക്ഷൻസ് നടക്കുന്നു. ഓക്കെ, അത്തരത്തിലൊരു സിഗ്നലിംഗ് ആണെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് എൻഡോക്രൈൻ സിഗ്നലിംഗ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എൻഡോക്രൈനോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു പോർഷൻ തന്നെയാണ് നമ്മുടെ എൻഡോക്രൈൻ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ നമുക്കറിയാം. അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷണൽ ലിഗാൻസിന് നമ്മൾ എന്താ പറയുക, ഹോർമോൺസ് എന്നാണ് പറയാം. ഓക്കെ അല്ലേ, അപ്പോൾ ഹോർമോൺസിനെ ഈ എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നേരെ ബ്ലഡിലേക്ക് എത്തുന്നു. ബ്ലഡ് ത്രൂ എവിടെയാണോ അത് പ്രവർത്തിക്കേണ്ടത് അവിടെ തന്നെ പോയി പ്രവർത്തിക്കും. ഓക്കെ ആണല്ലോ, അതാണ് നമ്മുടെ എൻഡോക്രൈൻ സിഗ്നലിംഗ്. ഓക്കെ, then അടുത്തതാണ് പാരാക്രൈൻ സിഗ്നലിംഗ്. നേരത്തെ എൻഡോക്രൈൻ സിഗ്നലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ആയിരുന്നു, പക്ഷെ അത്ര പോവണ്ട, കുറച്ച് അതായത് ഒരു അഡ്ജസൻ്റ് ആയിട്ടുള്ള സെല്ലിലേക്ക് വളരെ ഷോർട്ട് ആയിട്ടുള്ള സിഗ്നൽസ് പാസ് ചെയ്യുന്ന ടൈപ്പാണ് നമ്മുടെ ഏത് സിഗ്നലിംഗ്, പാരാക്രൈൻ സിഗ്നലിംഗ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു സെല്ല് ഓക്കെ, അത് ടാർഗറ്റ് സെല്ലിനകത്തേക്ക് ചില മോളിക്യൂൾസ് കണ്ടോ സെക്രീറ്റ് ചെയ്ത്, അവർ തമ്മിൽ അത്ര ദൂരമൊന്നും അല്ല, കുറച്ചടുത്താ. ഓക്കെ, പക്ഷേ നല്ല അടുത്തും അല്ല. ഓക്കെ ആണല്ലോ, ജസ്റ്റ് എന്താണ് കുറച്ച് ദൂരെയായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു, ചില സെക്രീഷൻസ് സെക്രീറ്റ് ചെയ്യുന്നു, അതിനെ തൊട്ടടുത്തുള്ള സെല്ല് എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. ദെൻ എന്തോ ഒരു സിഗ്നൽ കിട്ടി, ആ സിഗ്നലിനനുസരിച്ച് സെല്ലിനകത്ത് മാറ്റങ്ങൾ വരുന്നു. ആ ടൈപ്പാണ് നമ്മുടെ പാരാക്രൈൻ സിഗ്നലിംഗ്. ഇനി അടുത്തതാണ് ഓട്ടോക്രൈൻ സിഗ്നലിംഗ്. നമ്മൾ പറയാറില്ലേ, നമ്മൾ ഉപദേശിക്കാൻ ആരും വേണ്ട, നമ്മൾ തന്നെ സ്വയം മോട്ടിവേറ്റ് ആവും എന്നൊക്കെ പറയൂലേ, അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്ന ഓട്ടോക്രൈൻ സിഗ്നലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ല്, ആ സെല്ല് എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ട സിഗ്നൽസ് അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് അവരെവിടെ ആക്ട് ചെയ്യുന്നത്, അവരുടെ ബോഡിയിൽ തന്നെയാണ് അവർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ, ഇതാണ് ഒരു സെല്ല്. ആ സെല്ല് ചില സെക്രീഷൻസ് കണ്ടോ, ചില ലിഗാൻസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ആ ലിഗാൻസ് കറക്റ്റ് ഇവിടെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്, അവരുടെ സെല്ലിനകത്ത് തന്നെയാണ് അതിനുള്ള റിസപ്റ്റർ അവിടെ തന്നെയാണുള്ളത്, അവിടെ തന്നെയാണ് അതിൻ്റെ ആക്ഷൻ നടക്കുന്നതെങ്കിൽ ഓട്ടോക്രൈൻ സിഗ്നലിംഗ്. ഓട്ടോ മീൻസ് നമ്മൾ സ്വയം എന്നൊക്കെ പറയൂലേ, അതാണ് ഓട്ടോക്രൈൻ സിഗ്നലിംഗ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, കോണ്ടാക്ട് ഡിപ്പെൻഡന്റ് സിഗ്നലിംഗ്. ഓക്കെ, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എന്താണ് കോണ്ടാക്ട് ഡിപ്പെൻഡന്റ്. അതായത് അവർ അത്രയും അടുത്തായിരിക്കും, ഒരു റിസപ്റ്ററും ലിഗാൻഡും തമ്മിൽ ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, രണ്ട് സെല്ലുകൾ തമ്മിൽ അടുത്തായിരിക്കും നിൽക്കുന്നത്. അടുത്തെന്ന് മാത്രമല്ല, അവർ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഓക്കെ, അതിനെ നമ്മൾ കോണ്ടാക്ട് ഡിപ്പെൻഡന്റ് അല്ലെങ്കിൽ ജസ്റ്റാക്രൈൻ സിഗ്നലിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ 4 ടൈപ്പ് സിഗ്നലിംഗ് ഓക്കെ ആണല്ലോ. ഇത് എന്താണെന്നുള്ള നിങ്ങൾ കറക്റ്റ് പഠിക്കണം. കാരണം എന്താണെന്നറിയോ, നമ്മുടെ എന്താണ് ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന സി പാർട്ടിൽ സ്റ്റേറ്റ്മെന്റിൽ പല കാര്യങ്ങളും വരും. ഇത് റിലേറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ ബേസിക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു 4 കാര്യം ബേസിക് ആയിട്ടുള്ളത്, അതിൻ്റെ ഡിസ്റ്റൻസും എങ്ങനെയാണ് എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. ഒന്നും കൂടെ നോക്കിക്കേ, എൻഡോക്രൈൻ സിഗ്നലിംഗ്, പാരാക്രൈൻ സിഗ്നലിംഗ്, ഓട്ടോക്രൈൻ സിഗ്നലിംഗ്, ദെൻ ഫൈനലി ദ കോണ്ടാക്ട് ഡിപ്പെൻഡന്റ് സിഗ്നലിംഗ്. ഓക്കെ അല്ലേ? യെസ്, നമുക്കിനി കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? നോക്കിക്കേ, ഇതാ നമ്മുടെ ഓട്ടോക്രൈൻ സിഗ്നലിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഓട്ടോക്രൈൻ സിഗ്നലിംഗ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ തന്നെയാണ് അവരുടെ ടാർഗറ്റ് സെല്ല് അല്ലേ, ടാർഗറ്റ് സെല്ല് അവർ തന്നെയാണ്, അവർ തന്നെ സെക്രീറ്റ് ചെയ്യുന്ന മോളിക്യൂൾസ് അവരിൽ തന്നെ ആക്ട് ചെയ്യുന്നതാണ് ആക്ച്വലി ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോക്രൈൻ സിഗ്നൽ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, പാരാക്രൈൻ സിഗ്നലിംഗ് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു സെല്ലിലേക്ക് എന്ത് ചെയ്യുന്നു, സിഗ്നൽ മോളിക്യൂൾസിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ ചില സിഗ്നൽസ് പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാരാക്രൈൻ സിഗ്നലിംഗ് എന്ന് പറഞ്ഞത്. ഇനി എൻഡോക്രൈൻ എന്തായിരുന്നു, ഒരു ലോങ് ഡിസ്റ്റൻസ് സിഗ്നലിംഗ് ആണ് ആക്ച്വലി എൻഡോക്രൈൻ സിഗ്നലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ആ ടാർഗറ്റ് സെൽ ഒരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കും ഒക്യുപ്പൈ ചെയ്യുന്നത്. സോ അങ്ങോട്ടേക്ക് എങ്ങനെ എത്തും അല്ലേ, നമ്മൾ ദൂരത്തേക്ക് എങ്ങനെ നമ്മൾ പോവുക, നമ്മൾ വണ്ടി ഏതെങ്കിലും ഒരു വെഹിക്കിൾ യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ പോവുക, നല്ല ദൂരം ഉണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ ഇവിടുത്തെ വെഹിക്കിൾ അല്ലെങ്കിൽ ഇവരെ ട്രാൻസ്ഫർ ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് ബ്ലഡ് ആണ്. ഓക്കെ ആണല്ലോ, അങ്ങനെ ബ്ലഡ് ത്രൂ എന്ത് ചെയ്യുന്നു, അത് മൂവ് ചെയ്യുന്നു. ദെൻ ഫൈനലി അടുത്ത് നോക്കി, ഡയറക്റ്റ് സിഗ്നലിംഗ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റാക്രൈൻ സിഗ്നലിംഗ് ആണ്. ഇവർ കണ്ടോ അടുത്തായിരിക്കും, അത്രയും കോണ്ടാക്ട് ആയിരിക്കും, ലിഗാൻഡും റിസപ്റ്ററും തമ്മിൽ എന്തായിരിക്കും, കോണ്ടാക്ട് ആയിരിക്കും. ഓക്കെ, അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് പോകുന്നതാണ് ആക്ച്വലി ഏതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സിഗ്നലിംഗ്. ഓക്കെ അല്ലടാ? അപ്പോൾ നമുക്കിതാ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോവട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ റിവൈസ് ചെയ്തോ 4 ടൈപ്പ്. എന്നിട്ട് ശ്രദ്ധിച്ചേ, നമുക്ക് ജസ്റ്റ് ഏതൊക്കെ മോളിക്യൂൾസ് അത് നമ്മൾ യൂസ് ചെയ്യുക,
ആക്ച്വലി ഇങ്ങനെ നമ്മൾ പറഞ്ഞു, ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസിലേക്ക്, അല്ലെങ്കിൽ ഒരു സെൽ സെക്രീറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബോഡിയിൽ തന്നെ ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഷോർട്ടായ ഡിസ്റ്റൻസിലേക്ക്. ഇതിലൊക്കെ ചില മോളിക്യൂൾസ് ഇൻവോൾവ് ആവണമല്ലോ. അതായത് നമ്മൾ ലെറ്റർ ചെയ്താൽ, നമ്മൾ പേന വെച്ചിട്ട് നമ്മൾ ലെറ്റർ എഴുതിയല്ലോ, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇവിടെ ഒരു മോളിക്യൂൾസ് ഫോം ചെയ്യണം. അത് നമ്മൾ ലിഗാൻഡ്, ഹോർമോൺ അങ്ങനെയൊക്കെ പറയൂ അല്ലേ. സോ ഇവിടെ ഏതൊക്കെ നോക്കാം, നോക്കിക്കേ. ഒരു ലോക്കൽ ആൻഡ് ലോങ് ഡിസ്റ്റൻസ് സിഗ്നലിങ്ങിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. നോക്കിക്കേ, ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് ഒന്ന് ഏതാണ് ഗ്രോത്ത് ഫാക്ടർ. ഓക്കെ അല്ലേ, നോട്ട് ചെയ്യണേ. ഗ്രോത്ത് ഫാക്ടർ സെൽ സെക്രീറ്റ് മോളിക്യൂൾസ് ആണ്. സെൽ സെക്രീറ്റ് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് ആക്ച്വലി ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരെന്ത് ചെയ്യുന്നുണ്ട് നോക്കിക്കേ, തൊട്ടടുത്ത സെല്ലിലെ എന്ത് ചെയ്യും, അവർ ഇൻഫ്ലുവൻസ് ചെയ്യും. ഡയഗ്രാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സെല്ലാണ്. ആ സെല്ല് ചില എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് നോക്കിക്കേ, ചില മോളിക്യൂൾസിന് അതാ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സെക്രീറ്ററി മോളിക്യൂൾസ്, ഇതൊരു വെസിക്കിളിനകത്തായിരുന്നു ആദ്യം, ദെൻ പുറത്തേക്ക് സെക്രീഷൻസ് ഉണ്ടാക്കും. ആ സെക്രീറ്ററി മോളിക്യൂൾസ് അതാണ് നമ്മുടെ ഗ്രോത്ത് ഫാക്ടേഴ്സ്. അത് നെയ്ബറിങ് സെൽസിനെ പോയിട്ട് എന്ത് ചെയ്യുന്നു, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സിഗ്നൽ പാസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, നെർവസ് സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. നെർവസ് സിസ്റ്റത്തിൻ്റെ കേസിൽ ഒരു നെർവ് മറ്റൊരു നെർവുമായിട്ട്, അല്ലെങ്കിൽ ഒരു ന്യൂറോണ് മറ്റൊരു ന്യൂറോണുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഏത് വഴിയാണ്, ഏത് ത്രൂ ആണ്, ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. ഏത് ത്രൂ ആ, ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലേ. ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടുത്തെ മോളിക്യൂൾസ് ഏതാ വരുന്നത്, ഇവിടുത്തെ ലിഗാൻഡ് അല്ലെങ്കിൽ ഇവിടുത്തെ മോളിക്യൂൾസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. സോ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് എന്ത് പാസ് ചെയ്യുന്നുണ്ട്, ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്കുള്ള സിഗ്നൽ അവിടെ സിനാപ്സിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് കെമിക്കലായിട്ട് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻഡോക്രൈൻ സെൽ സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻ നമ്മൾ പറയുന്ന പേരാണ് ഹോർമോൺ. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലേക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ഏത് സെല്ലിലാണോ അത് റിയാക്ട് ചെയ്യേണ്ടത് അവിടെ അത് എത്തുള്ളൂ. ഓക്കെ, നമ്മളൊരു കത്ത് എഴുതി അയച്ചു കഴിഞ്ഞാൽ അതിൽ അഡ്രസ്സ് ഉണ്ടാവും, ആ അഡ്രസ്സിലുള്ള ആൾക്ക് മാത്രമേ അത് എത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലെങ്കിൽ എൻഡോക്രൈൻ സെല്ലുകൾ എഴുതി അയക്കുന്ന കത്താണ് നമ്മുടെ ഹോർമോൺസ്. ആ ഹോർമോൺസ് കറക്റ്റ് റിയാക്ട് ചെയ്യുന്ന ഏരിയ ഉണ്ട്, ആ ഒരു ടാർഗറ്റ് സെല്ലുണ്ട്, അതിൽ മാത്രം അത് എന്ത് ചെയ്യുള്ളൂ, ആക്ട് ചെയ്യുള്ളൂ, അവിടെ മാത്രം എന്ത് ചെയ്യുള്ളൂ, സിഗ്നൽ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അത് ഹൈലി സ്പെസിഫിക് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഹോർമോൺ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് മോളിക്യൂൾസിനെ പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചത്, ഒന്ന് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ്, ലോക്കൽ ചെറിയ ഡിസ്റ്റൻസിലേക്കൊക്കെ നമ്മുടെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെർവ്സിലൊക്കെ വരുന്നത് ഏതാണെന്നാണ് പറഞ്ഞത്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ ഫൈനലി നമ്മൾ പറഞ്ഞത് ഏതാ ഹോർമോൺസ് അല്ലേ. ഒരു ലോങ് ഡിസ്റ്റൻസിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന മോളിക്യൂളാണ് ഹോർമോൺസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നിങ്ങനെ റീഫ്രഷ് ചെയ്തേ, നിങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, എന്തൊക്കെ കാര്യങ്ങളോ ഒന്നിങ്ങനെ റിവൈസ് ചെയ്തോ, എന്നിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു, ഒരു സെല്ലിന് മറ്റൊരു സെല്ലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. ഒരു സെല്ലിന് പ്രോപ്പറായിട്ട് മറ്റൊരു സെല്ലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്താ അതിന് ചെയ്യുക? ഓക്കെ, അപ്പോൾ നമുക്കൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒന്ന് കത്ത് ചെയ്ത്, ഇന്നത്തെ പോലെ ഒന്നുമില്ല എന്ന് വിചാരിക്കുക, കത്ത് ചെയ്താനേ പറ്റുള്ളൂ. സോ നമ്മളൊരു പെൻ എടുക്കുന്നു, ഒരു പേപ്പർ എടുക്കുന്നു, നമ്മൾ കത്ത് ചെയ്തു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ കത്ത് മടക്കിയിട്ട് നമ്മൾ ഒരു കവറിനകത്താക്കി കറക്റ്റ് എന്ത് ചെയ്യും, അവരുടെ അഡ്രസ്സ് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യും. അത്രയും പ്രോസസ്സ് നമ്മൾ ചെയ്യണം. അതുപോലെ ഒരു സെല്ലിന് മറ്റൊരു സെല്ലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബിഹൈൻഡായിട്ട് ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണതെന്ന് നോക്കാം. ഒന്ന് നോക്കിക്കേ, ഇതാണ് നമ്മുടെ സെല്ല്. ഈ സെല്ലിന് എന്തോ പറയാനുണ്ട്, മറ്റൊരു സെല്ലിനോട് എന്തോ അറിയിക്കാനുണ്ട്. സോ അത് എന്ത് ചെയ്യും, അത് ചില മോളിക്യൂൾസ് സെക്രീറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ. അത് എന്ത് ചെയ്യുന്നു, ചില മോളിക്യൂൾസ് സെക്രീറ്റ് ചെയ്യുന്നു. ആ മോളിക്യൂൾസിനെയാണ് നമ്മൾ ലിഗാൻഡ് എന്ന് പറയുന്നത്. എന്താ പറയുക, നോക്കിക്കേ ലിഗാൻഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഏതാണോ സെല്ല് മെസ്സേജ് പാസ് ചെയ്യേണ്ട സെല്ല്, ദാറ്റ് സെക്രീറ്റ് സം സെക്രീഷൻസ്, അതിനെന്താ പറയുക, അല്ലെങ്കിൽ സം മോളിക്യൂൾസ്, അതിനെ നമ്മൾ എന്തെന്ന് പറയുക, ലിഗാൻഡ്. ഓക്കെ, ഇനി ആ ഒരു ലിഗാൻഡ് എല്ലാ സെല്ലിലും പോയി റിയാക്ട് ചെയ്യുമോ? ഇല്ല. ആ സെല്ല് റിയാക്ട് ചെയ്യണമെങ്കിൽ എവിടെയാണോ അതിൻ്റെ ടാർഗറ്റ് സെല്ല്, ആ ടാർഗറ്റ് സെല്ല് അതിനെ റിസീവ് ചെയ്യാൻ ഒരു പാർട്ട് ഉണ്ട്. കണ്ടോ, ആ പാർട്ടിന് നമ്മൾ പറയുന്ന പേരാ റിസപ്റ്റർ. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, ലിഗാൻഡ് ഉണ്ട്, ലിഗാൻഡിനെ റിസീവ് ചെയ്യുന്ന റിസപ്റ്റർ കാണുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെ ആ ലിഗാൻഡിനെ ആ റിസപ്റ്റർ, ടാർഗറ്റ് സെല്ലിലെ റിസപ്റ്റർ റിസീവ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, അവർ തമ്മിൽ റിസീവ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അവിടെ കുറച്ച് റിയാക്ഷൻസ് നടക്കുന്നു. ദെൻ അത് എന്ത് കോസ് ചെയ്യുന്നു, ഒരു സിഗ്നൽ. കണ്ടോ, ഒരു ട്രാൻസ്ഡക്ഷൻ പാത്ത് വേ, ദാറ്റ് മീൻസ് ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു സിഗ്നൽ പാസ് ചെയ്യുന്നു. ദെൻ ഫൈനലി റെസ്പോൺസ്, എന്താണോ അവിടെ നടക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് മെസ്സേജ് ആണോ സെല്ല് പാസ് ചെയ്തത്, അതിനനുസരിച്ചുള്ള ഒരു റെസ്പോണ്ട് ഇപ്പുറത്തെ ടാർഗറ്റ് സെല്ലിൽ ഉണ്ടാകും. ഓക്കെ അല്ലേ. ഇനി ഇപ്പുറത്തെ ഒരു സെല്ല് കണ്ടോ നിൽക്കുന്നത്, അവിടെ റിസപ്റ്റർ ഇല്ല, ആ ലിഗാൻഡ് മൈൻഡ് ചെയ്യാനുള്ള റിസപ്റ്റർ ഇല്ല. സോ അതുകൊണ്ട് ഫർദർ ആക്ഷൻസ് ഒന്നും നടക്കൂല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോഡിയിലെ സെല്ല് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലടാ? ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു നോക്കിക്കേ, വേഗം നോക്കിക്കേ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്.
പെട്ടെന്ന് നോക്കിക്കോ. യെസ്, ഇനി ഇതാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ അടുത്ത സ്റ്റെപ്പായിട്ട് നോക്കാം. ഓക്കെ, നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയി പോവുകയാണേ. ഓക്കെ അല്ലേ? അപ്പം നോക്കൂ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് നമുക്ക് ഇതിനെ 3 സ്റ്റെപ്പാക്കാം. ഓക്കെ, എത്ര സ്റ്റെപ്പാടാ? 3 സ്റ്റെപ്പാക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ദ റിസപ്ഷൻ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് ദ ട്രാൻസ്ഡക്ഷൻ, ദെൻ ഫൈനലി റെസ്പോൺസ്. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒരു സെല്ല് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യം എന്ത് നടക്കണം? ഒരു റിസപ്ഷൻ നടക്കണം. ദെൻ ദ സെക്കൻഡ് പ്രോസസ്സ് എന്താണ്? ട്രാൻസ്ഡക്ഷൻ നടക്കണം. ദെൻ ദ ഫൈനലി എന്ത് നടക്കുന്നു? റെസ്പോൺസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എന്താ നോക്കിക്കേ, റിസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. ഇവിടെ സിഗ്നൽ മോളിക്യൂൾസ് ഉണ്ട്, ലിഗാൻഡ് ഉണ്ട്. ആ ലിഗാൻഡിനെ ഏതാണോ ടാർഗറ്റ് സെല്ല്, ആ ടാർഗറ്റ് സെല്ലിലെ റിസപ്റ്റർ റിസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസപ്ഷൻ എന്ന് പറയുന്നത്. കിട്ടിയടാ? ഓക്കെ അല്ലേ? ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? റിസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഏത് നമ്മുടെ ലിഗാൻഡിനെ ആര് റിസീവ് ചെയ്യുന്നു? റിസപ്റ്റർ റിസീവ് ചെയ്യുന്നതിനെയാണ് നമ്മളിവിടെ എന്ത് പറഞ്ഞത്? റിസപ്ഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അവർ റിസീവായി, അവരെ സ്വീകരിച്ചു, റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് ഇങ്ങോട്ടേക്ക് താഴേക്ക് ഒരുപാട് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. കണ്ടോ? അങ്ങനെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അത് മേ ബി എന്താണ്? ഒരു റിയാക്ഷൻ നടത്തും, തൊട്ടടുത്ത റിയാക്ഷൻ നടക്കും. അതിന് വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു തരട്ടെ. നമ്മുടെ വട്ടം ഫിലിം ഉണ്ടല്ലോ, വട്ടം ഫിലിമിന്റെ ക്ലൈമാക്സ് ഓർക്കുന്നുണ്ടോ? അതിൽ ലാസ്റ്റ് കറണ്ട് അടിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ. ഒരാൾ കറണ്ട് അടിക്കുന്നു, തൊട്ടടുത്ത ആൾ കറണ്ട് അടിക്കുന്നു, അങ്ങനെ വരിക്ക് കറണ്ട് അടിച്ചു പോകുന്നില്ലേ? അതുപോലെ ഒരാൾ എന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത ഒരാളെ ആക്റ്റീവ് ആക്കുന്നു. ഒരു എൻസൈം പോയിട്ട് തൊട്ടടുത്ത എൻസൈമിനെ ആക്റ്റീവ് ആക്കുന്നു, അടുത്ത എൻസൈം വേറെ എൻസൈമിനെ ആക്റ്റീവ് ആക്കുന്നു. ഇങ്ങനെ ഇതൊരു ട്രാൻസ്ഡക്ഷൻ പാത്വേ. ഓക്കെ, ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ ഒരു ട്രാൻസ്ഡക്ഷൻ പാത്വേ ആയിട്ടാണ് നടക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ ഫൈനലി എന്ത് പറഞ്ഞ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞത്. അതൊന്നല്ല, ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇൻവോൾവ് ആവുന്നുണ്ട്. കണ്ടോ, ഇവിടെ കണ്ട ഓരോ എൻസൈംസ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? അത് ഓരോരുത്തരായിട്ട് ഓൺ ആകുന്നു. ദെൻ ഫൈനലി എന്ത് ചെയ്യുന്നു? ഫൈനലി എന്താണോ ആ സെല്ലിനകത്ത് നടക്കേണ്ടത്, ആ ഒരു ആക്ടിവേഷൻ ഓഫ് എ സെല്ലുലാർ റെസ്പോൺസ്. ഓക്കെ, അങ്ങനെ സെല്ലുലാർ റെസ്പോൺസ് ആക്ടിവേറ്റ് ആവുന്നതിനെയാണ് നമ്മൾ ഫൈനലി റെസ്പോൺസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ സ്റ്റേജസ് നോക്കിക്കേ? റിസപ്ഷൻ, ട്രാൻസ്ഡക്ഷൻ, റെസ്പോൺസസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്നാൽ പെട്ടെന്ന് റീഫ്രഷ് ചെയ്തോ, ഒന്ന് വേഗം ഒന്നും കൂടെ റിവൈസ് ചെയ്തേ. ഇനി നമ്മളപ്പോൾ ലിഗാൻഡിനെ ആദ്യം പരിചയപ്പെട്ടു അല്ലേ? ഏതൊക്കെയായിരുന്നു? 3 ടൈപ്പ് ലിഗാൻഡ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു. ഹോർമോൺ ഉണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, കുറച്ച് എന്ത് വരുന്നുണ്ട്, നമ്മുടെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് റിസപ്റ്ററിനൊന്ന് പരിചയപ്പെട്ടാലോ അല്ലേ? ഓരോരുത്തർ നമ്മൾ പരിചയപ്പെട്ട് പോകണമല്ലോ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ആരെയും നോക്കിക്കേ, നമ്മുടെ റിസപ്റ്റർ ആണ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് റിസപ്റ്റേഴ്സ് വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഏതൊക്കെ? ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഇവിടെ റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ? അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതാണോ ഒരു സെല്ല്, ആ സെല്ലിനകത്ത് നമ്മുടെ ലിഗാൻഡിനെ റിസീവ് ചെയ്യാൻ വേണ്ടി, ഇതാണ് ലിഗാൻസ്, ഈ ലിഗാൻസിനെ റിസീവ് ചെയ്യാൻ വേണ്ടി, ഇതാണ് ലിഗാൻഡ്, ഇതിനെ റിസീവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ റിസപ്റ്റർ എന്ന് പറഞ്ഞത്. ആ റിസപ്റ്ററിൻ്റെ ടൈപ്പ് നമ്മൾ നോക്കണം അല്ലേ? ഏതൊക്കെ ടൈപ്പാണ് അവിടുത്തെ റിസപ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം? ഡെഫിനറ്റ് ആയിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഏതാണ്? ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനലാണ് ഒന്നാമത്തത്. ദെൻ അടുത്തതാണ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ഓക്കെ അല്ലേ? എന്താണ്? ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗസ് ചെയ്ത് നോക്കാം അല്ലേ? ഇതാണ് നമ്മുടെ ഒരു സെല്ല്. ആ സെല്ലിനകത്ത് ഇവിടെ ഒരു ചാനൽ ഉണ്ട്. ആ ചാനൽ ക്ലോസ്ഡ് ആണ്. ആ ചാനൽ ഓപ്പൺ ആവണമെങ്കിൽ ഇവിടെ ചില അയോൺസ് വന്ന് ബൈൻഡ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്? ഇവിടെ നമ്മുടെ ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ചില അയോൺസ് ഉള്ളിലേക്ക് പോകും. ഓക്കെ, ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനെയാണ് നമ്മൾ ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലടാ? ഇനി അടുത്ത പ്രോട്ടീൻ ഏതാണ്? ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. നോക്കിക്കേ, ഇതാണ് നമ്മുടെ സെല്ലിനകത്ത് ഇതാ ഇവിടെ എന്ത് വരുന്നുണ്ട്? ഇവിടെ ഒരു റിസപ്റ്റർ ഇരിക്കുന്നുണ്ട്. ആ റിസപ്റ്ററിന്റെ കൂടെ താഴെ ഒരാളും കൂടെ ഉണ്ട്. ഓക്കെ, ആ റിസപ്റ്ററിനോട് ബൗണ്ട് ചെയ്തിട്ട് ഒരാളും കൂടെ കിടക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേര് ജി പ്രോട്ടീൻസ്. ഓക്കെ, അപ്പോൾ ജി പ്രോട്ടീനോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന റിസപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് എന്ത് പറയുന്നു? എന്താ പറയുന്നത്? ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. എന്ത് പറയുന്നു? ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഫൈനലി ഇത് എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ ആണ്. എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടൂല്ലേ? എൻസൈം ലിങ്ക്ഡ്. അതുമായിട്ട് എന്ത് ലിങ്ക് ചെയ്തിട്ടുണ്ട്? റിസപ്റ്ററിൻ്റെ കൂടെ ഒരു എൻസൈം ലിങ്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻസൈം പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു എൻസൈം ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു റിസപ്റ്റർ ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ടേം ചെയ്യാം? എന്താണത്? എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ എന്ന് പറയും. ഓക്കെ, പിന്നെ നമുക്ക് ലൊക്കേഷൻ്റെ ബേസിൽ എവിടെയാണ് കാണുന്നതെന്നനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഗെയിൻ നമ്മുടെ റിസപ്റ്ററിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അതിലൊരു ടൈപ്പാണ് ന്യൂക്ലിയർ റിസപ്റ്റർ. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, എവിടെയൊക്കെ ഉണ്ട് റിസപ്റ്റേഴ്സ്? എവിടെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതാണ് നമ്മുടെ ഒരു സെല്ല് എന്ന് വിചാരിക്കാൻ നോക്കൂ. ഇതാണ് നമ്മുടെ സെല്ല്. ഈ സെല്ലിനകത്ത് ഏതൊക്കെ ഏരിയയിൽ വരാൻ പറ്റും റിസപ്റ്ററിന്? ഒരു ലിഗാൻഡിനെ റിസീവ് ചെയ്യുന്ന റിസപ്റ്ററിന് എവിടെയൊക്കെ വരാം? ഒന്ന് സർഫസിൽ,
അതിൻ്റെ സെൽ സർഫസിൽ വരാൻ പറ്റും. അതാണ് ഈ 3 ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസും ജി പ്രോട്ടീൻസും എൻസൈമും ഒക്കെ കേട്ടോ. ഓക്കെ, അതിൽ ആക്ച്വലി ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസിനുള്ളിലേക്കും വരാം, പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് 1 അല്ലേ. ഇനി അടുത്ത സൈറ്റോപ്ലാസത്തിൽ എവിടെയെങ്കിലുമൊക്കെ നിന്നാലും മതിയല്ലോ. ഇനി അതിനേക്കാൾ നല്ലത് വേറൊന്നും കൂടെ ഉണ്ട്. എവിടെയാണ്? നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിനിൽ അല്ലേ. ചില മെസ്സേജുകൾ നമുക്ക് കൊടുക്കേണ്ട ന്യൂക്ലിയസിൻ്റെ അകത്തേക്കാണ്. സോ അതിനെ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റർ എവിടെ ഉണ്ടാവുക? ന്യൂക്ലിയർ മെംബ്രെയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത്തരത്തിൽ പലതരത്തിലുള്ള റിസപ്റ്റേഴ്സ് പ്രസൻ്റ് ആണ്. സോ അതാണ് നമ്മുടെ ന്യൂക്ലിയർ റിസപ്റ്റർ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ മേജറായിട്ട് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് 3 തന്നെ പറയാം. ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ, ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ, ദെൻ ഫൈനലി എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ. ഓക്കെ അല്ലടാ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏതൊക്കെ റിസപ്റ്റേഴ്സാണ് നമ്മൾ പഠിച്ചു? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പഠിച്ചത്? ലിഗാൻഡ് പഠിച്ചു, ലിഗാൻഡുകൾ ഏതൊക്കെയാണ് പഠിച്ചു, റിസപ്റ്റർ ഏതാണെന്ന് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് നോക്കിയത് നമ്മുടെ റിസപ്റ്ററിൻ്റെ ഡയഗ്രാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കുക ഏതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്ന ഇതാണ് നമ്മുടെ ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ. കണ്ടോ, നമ്മളെ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. പ്ലാസ്മ മെംബ്രെയിൻ്റെ അകത്ത് കണ്ടോ ഒരു ചാനൽ കണ്ടോ? കാണുന്നുണ്ടോ നിങ്ങളൊരു ചാനൽ? യെസ്, കണ്ടോ ഈ ചാനലിൻ്റെ ഇവിടെ വന്നിട്ട് ഒരാൾ ബൗണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ലിഗാൻഡ്. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ലിഗാൻഡ് അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ആ ലിഗാൻഡ് എന്ത് ചെയ്യുന്നു? ലിഗാൻഡ് ബൗണ്ട് ചെയ്തതിന് ശേഷം ചില അയോൺസ്, ആ അയോണാണ് ഇവിടുത്തെ മെസ്സേജ് കേട്ടോ. ചില അയോൺസ് അകത്തേക്ക് എൻ്റർ ചെയ്യുന്നു. ആ ടൈപ്പാണ് ലിഗാൻഡ് ഗേറ്റഡ് ഏതെന്ന് പറഞ്ഞ അയോൺ ചാനൽസ്. then അടുത്ത നോക്കിക്കേ, ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ഓക്കെ, ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ എന്ന് പറഞ്ഞത് ഇതൊരു റിസപ്റ്ററാണ്. കണ്ടോ, ഇത് ഈ കിടക്കുന്നത് റിസപ്റ്ററാണ്. ആ റിസപ്റ്ററിനോട് അറ്റാച്ച് ചെയ്ത ആരാ ഉള്ളത്? ഇതാണ് ജി പ്രോട്ടീൻ. കണ്ടൊരു ടെഡി ബിയർ പോലെ കിടക്കുന്നത് കണ്ടോ? ഇതാണ് ഏതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജി പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ ജി പ്രോട്ടീൻ ഇതിനോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇവിടെയാണ് ലിഗാൻഡ് വന്ന് ബൗണ്ട് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത നോക്കിക്കേ, ഒരു എൻസൈം ലിങ്ക്ഡ്. ഓക്കെ, ഒരു എൻസൈം ലിങ്ക്ഡ് ആണെങ്കിൽ അവിടെ ഒരു എൻസൈം ആക്ടിവിറ്റി കാണിക്കുന്ന റിസപ്റ്റർ ആണ്. ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. ദെൻ ഇതിനൊരു എൻസൈം ആക്ടിവിറ്റി കണ്ടോ, ഒരു എൻസൈം ആക്ടിവിറ്റി കിട്ടും. ഓക്കെ ആണല്ലോ? ആ ടൈപ്പാണ് ഏതെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻസൈം ലിങ്ക്ഡ്. ഓക്കെ, പിന്നെ അടുത്ത് നോക്കിക്കേ, ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ്, സെല്ലിനകത്ത് കാണുന്ന റിസപ്റ്റേഴ്സ്. നമ്മൾ നേരത്തെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ പറഞ്ഞു, ന്യൂക്ലിയർ റിസപ്റ്റർ പറഞ്ഞില്ലേ, അതേപോലെ ഇൻട്രാ സെല്ലുലാർ, സെല്ലിനകത്ത് കാണുന്നതുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഒന്നിങ്ങനെ റിവൈസ് ചെയ്തോ. ഇനി നമ്മൾ ടേൺ ചെയ്യുന്നത്, നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത് ജി പ്രോട്ടീനിലേക്കാണ്. ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററിലേക്കാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. ഓക്കെ, ഷുവറായിട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ അങ്ങ് ഉറപ്പിച്ച ഷുവറാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ സി പാർട്ടിലെ എന്തായാലും ഒന്നൊന്നല്ല 2 3 ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സോ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ആണ്. അതിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഇത് നമ്മുടെ നമ്മളെ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഈ കാണിച്ചിരിക്കുന്ന പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ആ പ്ലാസ്മ മെംബ്രെയിൻ്റെ എക്സ്ട്രാ സെല്ലുലാർ റീജിയൻ ആണ്, ഇൻട്രാ സെല്ലുലാർ റീജിയൻ ആണ്. എക്സ്ട്രാ സെല്ലുലാർ റീജിയനിലും ഇൻട്രാ സെല്ലുലാർ റീജിയനിലൊക്കെ ആയിട്ട് ഇത് കിടക്കുന്നുണ്ട്. അതിൽ നോക്കൂ, ഇതെങ്ങനെ വരുന്നത്? ഇത് ട്രാൻസ് മെംബ്രെയിൻ അല്ലേ. ഈ മെംബ്രെയിൻ അകത്തേക്ക് കയറിയിട്ട് കുറച്ച് ബ്ലോക്ക് കിടക്കുന്ന കണ്ടോ? മെംബ്രെയിൻ അകത്തേക്ക് കയറിയിട്ട് കുറച്ച് ബ്ലോക്ക് നിങ്ങൾ കിടക്കുന്ന കാണുന്നുണ്ടല്ലോ. ഈ എത്ര ബ്ലോക്കാണ് നോക്കിക്കേ? 1 2 3 4 5 6 7 അല്ലേ. 7 ബ്ലോക്കുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ജി പ്രോട്ടീൻ്റെ ഒരു പ്രത്യേകതയാണ്, ട്രാൻസ് മെംബ്രെയിൻ റീജിയനിൽ 7 യൂണിറ്റ്സ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? ട്രാൻസ് മെംബ്രെയിൻ റീജിയനിൽ എത്ര യൂണിറ്റ്സ് വരുന്നു? 7 യൂണിറ്റ് വരുന്നു. പിന്നെ ലിഗാൻഡ് ബൈൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിഗാൻഡ് ബൈൻഡ് ചെയ്യാനുള്ള സ്പേസ് വരുന്നതാ എക്സ്ട്രാ സെല്ലുലാർ സ്പേസിലേക്കാണ്, സെല്ലിന് പുറത്തേക്കാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് നോക്കിക്കേ, ഇതൊരു ജി പ്രോട്ടീൻ അല്ലെങ്കിൽ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ എന്നാണ് നമ്മൾ പറയണമെങ്കിൽ അവിടെ എന്ത് വേണം? അവിടെ കണ്ടോ എന്ത് വരുന്നുണ്ട്? ജി പ്രോട്ടീൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജി പ്രോട്ടീൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ പോർഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജി പ്രോട്ടീൻ്റെ കുറച്ച് ആളുകളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നോക്കിക്കേ, ജി പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫയും ബീറ്റയും ഗാമയും ചേർന്നതാണ്. ഓക്കെ, ഏതൊക്കെ പോർഷൻസാ? ആൽഫ, ബീറ്റ, ഗാമ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ജി പ്രോട്ടീൻസിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു പോർഷനാണ് 3 യൂണിറ്റ്സ് ആണ്, 3 സബ് യൂണിറ്റ്സ് ആണ് നമ്മളെ ജി പ്രോട്ടീൻസിന് വരുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ദ ആൽഫ, ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ദ ബീറ്റ യൂണിറ്റ്, ദെൻ ഫൈനലി ദ ഗാമ യൂണിറ്റ്. ഓക്കെ ആണല്ലോ? ഇങ്ങനെ 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഈ 3 യൂണിറ്റും കൂടെ ഈ ഒരു റിസപ്റ്ററിലേക്ക് ബൗണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് എന്തെന്ന് പറയുന്നത്? ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇവിടെ ഫർദർ ആയിട്ട് നടക്കാന്ന് നോക്കാം അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇത് ക്ലിയർ അല്ലടാ? നോക്കൂ, ഇതാണ് നമ്മൾ പറഞ്ഞ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെംബ്രെയിനിൽ കിടക്കുന്നതാണ്. മെംബ്രെയിനിൽ GPCR ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ കിടക്കാറുണ്ട്. ഇനാക്റ്റീവ് ആയിട്ടാണ് അല്ലേ. നമുക്കറിയാം ഏതൊരു റിസപ്റ്ററും ആക്റ്റീവ് ആവണമെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം? ലിഗാൻഡ് വരണം അല്ലേ. ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? ആക്റ്റീവ് ആവുള്ളൂ. അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും? ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ ഇവിടെ എന്താ നോക്കിക്കേ,
ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഇവിടെ GDP ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് രണ്ട് കാര്യം കൂടെ ഒന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതാണ് നമ്മുടെ GPCR. GPCRലേക്ക് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ജി ആൽഫ ഉണ്ട്, അതുപോലെ തന്നെ ആൽഫ ബീറ്റ ഗാമ പറഞ്ഞല്ലോ, ജി ആൽഫ ഉണ്ട്, ദെൻ അതുപോലെ തന്നെ ബീറ്റ ഉണ്ട്, ഗാമ ഉണ്ട്. ഓക്കെ, ഈ ജി ആൽഫക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ജി ആൽഫക്ക് അവിടെ ഒരു എന്താണ് ഒരു യൂണിറ്റും കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടും കൂടി വരുന്നുണ്ട്. ആ പാർട്ടിൽ ആര് ബൈൻഡ് ചെയ്യും? GDP. കണ്ടോ, GDP ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ കൂടി വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ GDP നമുക്കറിയാം, GDP ആയി കഴിഞ്ഞാൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റ് ആണ് നമുക്കറിയാം. സോ ഇവർ ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുമ്പോൾ, ഒരു പണിയെടുക്കാണ്ട് വെറുതെ നിൽക്കുമ്പോൾ അവർ GDP സ്റ്റേറ്റിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആൽഫൻ്റെ സ്റ്റേറ്റ് ഏതാണ്? GDP സ്റ്റേറ്റിലാണ്. പക്ഷെ ഇവർ ആക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? അത് GDP ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ്. ക്ലിയർ ആണല്ലോ? അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ആക്റ്റീവ് ആവുക? GDP ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ അല്ലടാ? യെസ്, നോക്കിക്കേ. അപ്പോൾ എങ്ങനെയാണ് ആക്റ്റീവ് ആകുന്നതെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. കണ്ടോ, ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ G പ്രോട്ടീൻസ്. ഒന്ന് നോക്കൂ ഏതൊക്കെ പോർഷൻസ് ആയി. H1, H2, H3, H4, H5 അപ് ടു H7 വരെ ഉണ്ട്. അത് ട്രാൻസ്മെംബ്രെയിൻ യൂണിറ്റാണ്. ഏതാ വരുന്നത്? ട്രാൻസ്മെംബ്രെയിൻ യൂണിറ്റ് ആണ്. ദെൻ എക്സ്ട്രാ സെല്ലുലാർ റീജിയനിലേക്ക് അല്ലെങ്കിൽ എക്സോപ്ലാസ്മിക് സ്പേസിലേക്ക് നിൽക്കുന്ന E1, E2, E3, E4. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, സൈറ്റോസോളിക് പോർഷനിലേക്ക് നിൽക്കുന്ന C1, C2, C3, C4. ഓക്കെ ആണല്ലോ? ഇനി ഇതിന് എന്ത് വരുന്നുണ്ട്? ഒരു N ടെർമിനലും വരുന്നുണ്ട്, C ടെർമിനലും വരുന്നുണ്ട്. N ടെർമിനൽ എങ്ങോട്ടാണ് വരുന്നത്? N ടെർമിനൽ പുറത്തേക്കാണ്. C ടെർമിനൽ എങ്ങോട്ടാണ് വരുന്നത്? അകത്തേക്കാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു എക്സോപ്ലാസ്മിക് ആയിരിക്കും N ടെർമിനൽ, C ടെർമിനൽ ഏതായിരിക്കും? ഉള്ളിലായിരിക്കും. ഓക്കെ അല്ലേ? ഇൻസൈഡ് ആണ്, സെല്ലിൻ്റെ ഇൻസൈഡ് ആണ്. അപ്പോൾ ഇത് നോക്കണം കേട്ടോ. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും എക്സാമിന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ അത് മൈന്യൂട്ടായ പോർഷൻസ് പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മുടെ GPCRനെ പറയുന്ന വേറെ പേരാണ് സെർപ്പൻറ്റൈൻ റിസപ്റ്റർ. ഓക്കെ, ഇതൊരു പാമ്പിനെ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു പാമ്പ് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ. അപ്പം സെർപ്പൻറ്റൈൻ എന്ന് രണ്ട് മീനിങ് ആണ് ആക്ച്വലി. 7 യൂണിറ്റ് ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ എന്താണ് പാമ്പിൻ്റെ പോലെ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ടും അതിന് സെർപ്പൻറ്റൈൻ എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നോക്കിക്കേ, അടുത്തത് എന്താ പറഞ്ഞത്? ഇതിൻ്റെ N ടെർമിനൽ എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞതാണ്. എങ്ങോട്ടേക്ക്? എക്സോപ്ലാസ്മിക് റീജിയനിലേക്കാണ്. നിങ്ങൾ തന്നെ ആൻസർ പറയും. C ടെർമിനൽ എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്യുന്നത്? സൈറ്റോസോളിക് ആയിട്ടുള്ള റീജിയനിലേക്കാണ്. ഓക്കെ അല്ലേ? ഇനി എക്സോപ്ലാസ്മിക് ആയിട്ടുള്ള ഡൊമൈൻസ് ഏതൊക്കെയാണ്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. E1, E2, E3, E4 ആണ് അതിൻ്റെ എക്സോപ്ലാസ്മിക് ആയിട്ടുള്ള റീജിയൻസ്. ഈ ട്രാൻസ്മെംബ്രെയിൻ ആയിട്ടുള്ളത് ഏതാ നോക്കൂ? H1, H2 അപ് ടു H7 വരെ. ഓക്കെ അല്ലേ? ഇനി അടുത്ത സൈറ്റോസോളിക് ഡൊമൈൻ ആണ് C1, C2, C3, C4 ഒക്കെ. ഓക്കെ അല്ലേ? ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് വെച്ചിട്ട് ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പ്രീവിയസ് ഇയർ നിങ്ങൾ എടുത്ത് നോക്കിയത് കാണാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിക്കേ, ലിഗാൻഡ് ബൈൻഡ് ടു E2 ഓഫ് ദി എക്സോപ്ലാസ്മിക് ഏരിയ. ഓക്കെ, അപ്പോൾ ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് ഏതിലാണ്? E2-ലാണ്. അപ്പോൾ E1, E2, E3, E4 ഒക്കെ എക്സോപ്ലാസ്മിക്കാന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ബൈൻഡ് ചെയ്യുന്നത് എവിടെയാണ്? E2-ലാണ്. ഇനി G പ്രോട്ടീൻ എവിടെ ബൈൻഡ് ചെയ്യുക? C3-ലും C4-ലും ചില സമയത്ത് C2-ലും എന്ത് ചെയ്യുന്നുണ്ട്? ബൈൻഡ് ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, കണ്ടോ? എവിടെ നമ്മൾ പറഞ്ഞത്? E2-ലാണ് ലിഗാൻഡ് ബൈൻഡ് ചെയ്യുക. പിന്നെന്താ? C3, C4-ലാണ് ബൈൻഡ് ചെയ്യുക. ദെൻ ചിലപ്പോൾ C2-ലും ബൈൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കേ, ലാസ്റ്റ് E2 മ്യൂട്ടേഷൻ നടന്നു എന്ന് വിചാരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതാ ഇവിടെ മ്യൂട്ടേഷൻ സംഭവിച്ചു. E2-ൽ മ്യൂട്ടേഷൻ സംഭവിച്ചു. എന്താ ഉണ്ടാവുക? ലിഗാൻഡിന് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റൂല. ലിഗാൻഡ് ബൈൻഡ് ചെയ്താലല്ലേ ഫർദർ സ്റ്റെപ്പ് നടക്കുള്ളൂ. സോ ഫർദർ സ്റ്റെപ്പ് നടക്കൂല, എല്ലാം സ്റ്റോപ്പ് ആവും. സോ E2 മ്യൂട്ടേറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രോബ്ലം ആണ്. ഓക്കെ അല്ലേ? E2 മ്യൂട്ടേറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ്? ബൈൻഡിങ് നടക്കൂല, ഫർദർ ട്രാൻസ്ട്രക്ഷൻ നടക്കൂല. അപ്പോൾ ഒരു സെല്ലിന് മറ്റൊരു സെല്ലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ അല്ലേ? അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇത് നോക്കിക്കേ, G പ്രോട്ടീനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണ്? നമ്മളെ ഗോണിൻ ന്യൂക്ലിയോടൈഡ് ബൈൻഡിങ് പ്രോട്ടീനാണ്. അവർ ചില സമയത്ത് GDP ആയിട്ടായിരിക്കും ബൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ GDP ആയിട്ട് ഏത് സമയത്താണ് ബൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞേ? ഞാനിപ്പോൾ പറഞ്ഞല്ലോ. ഏത് ടൈമിലായിരിക്കും? അവർ ഇനാക്റ്റീവ് ആവുന്ന സമയത്തായിരിക്കും. GDP ആയിട്ട് എപ്പോഴാണ് ബൗണ്ട് ചെയ്യുക? യെസ്, അവർ ആക്റ്റീവ് ആവുന്ന സമയത്തായിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെ ആയിരിക്കും ബൈൻഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇനി നോക്കിക്കേ, മോണോമറിക് G പ്രോട്ടീൻ ഹാസ് ഓൺലി 1 സബ് യൂണിറ്റ് അല്ലേ? G പ്രോട്ടീൻസിന് നമുക്കറിയാം എത്ര സബ് യൂണിറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട്. 3 സബ് യൂണിറ്റ് ഉണ്ട്. പക്ഷെ ചില സമയത്ത് അത് എന്ത് ചെയ്യാറുണ്ട്? സിംഗിളായിട്ട് ഒരു മോണോമറിക് G സബ് യൂണിറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. അതിന് എക്സാമ്പിളാണ് റാസ്, സാർ. ഓക്കെ അല്ലേ?
അവർ ഡയറക്റ്റ്ലി എന്താവൂല GPCR ആയിട്ട് ആക്റ്റീവ് ആവില്ല, നോട്ട് ഡയറക്ട്ലി ആക്ടിവേറ്റഡ് ബൈ GPCR. ഓക്കെ, ഇവർക്ക് അതായത് ഇത് ഒരൊറ്റൊരു യൂണിറ്റ് മാത്രമേ ഉള്ളൂ, ഒരു യൂണിറ്റ് മാത്രം ആയതുകൊണ്ട് തന്നെ ഈ ജി പ്രോട്ടീൻസിന് ഇവർക്ക് അതായത് റിസപ്റ്റേഴ്സിന് ഇവർക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആക്റ്റീവ് ആക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, റാസും സാറും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഒരു പോർഷനാണ് 2 മാർക്കിന് ചോദിച്ചത്. മോണോമറിക് G പ്രോട്ടീൻ ഹാസ് ഓൺലി 1 സബ് യൂണിറ്റ്. അതിന് എക്സാമ്പിൾ ആണ് റാസ് സാറ്. അവർക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആക്റ്റീവ് ആവാൻ പറ്റൂല, അവർക്ക് എന്ത് വേണം, അവർക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണം. GPCRന് അവർക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആക്റ്റീവ് ആക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നോക്കിക്കേ, എട്രോമറിക് ആയിട്ടുള്ള G പ്രോട്ടീൻ ആണ് നമുക്കറിയാം 3 സബ് യൂണിറ്റ് വരുന്നുണ്ട്. ഏതൊക്കെയാണത് പറഞ്ഞേ, ഏതൊക്കെയാണ് G പ്രോട്ടീൻ്റെ 3 സബ് യൂണിറ്റ്? ആൽഫ, ബീറ്റ, ഗാമ. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, ആൽഫയും ബീറ്റയും ഗാമയൊക്കെ ഡയറക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, നോക്കൂ, ആൽഫയും ഗാമയും എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്ട്ലി എവിടെ ബൗണ്ട് ചെയ്ത് കിടക്കുകയാണ്. ആൽഫയും ഗാമയും ഡയറക്ട്ലി നമ്മുടെ മെംബ്രെയിനിലേക്ക് ബൗണ്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, ആൽഫയോട് ചേർന്ന് നിൽക്കുന്ന പോർഷൻ ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, GTP, GDP അല്ലേ? ആക്റ്റീവ് ആണെങ്കിൽ GTP ആയിരിക്കും, ഓഫ് ആണെങ്കിൽ GDP ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി എപ്പോഴും ബീറ്റയും ഗാമയും ഭയങ്കര ഫ്രണ്ട്സാണ്, ഓരെപ്പോഴും ഒരുമിച്ചേ നിൽക്കുള്ളൂ. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഡയഗ്രാം വരക്കുകയാണെങ്കിൽ, ഇത് അവിടെ റിസപ്റ്റർ ആണെങ്കിൽ റിസപ്റ്ററിൻ്റെ താഴെ എന്ത് വരുന്നുണ്ട്? ആൽഫ വരുന്നുണ്ട്, ആൽഫ നേരെ അറ്റാച്ച്ഡ് ആണ്. അതേപോലെ തന്നെ ബീറ്റ വരുന്നുണ്ട്, അതേപോലെ ഗാമിയും വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഈ ബീറ്റയും ഗാമിയും ഒരുമിച്ചാണ് നിൽക്കുക. ഓക്കെ ആണല്ലോ, ബീറ്റയും ഗാമിയും ഒരുമിച്ചാണ് നിൽക്കുക, ആൽഫ സെപ്പറേറ്റും ആയിരിക്കും. പക്ഷേ ഇവർ 3 പേരും ഒരുമിച്ച് നിന്നാലേ അവിടെ എന്ത് നടക്കുള്ളൂ? ആക്ഷൻസ് നടക്കുള്ളൂ. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ നമ്മൾ എന്താണ് ഓരോ ഫീച്ചേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, യെസ്, നോക്കിക്കേ, ഇനി നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. എങ്ങനെയാണ് G പ്രോട്ടീൻ ഓൺ ആകുന്നത്, ഓഫ് ആകുന്നത്? ഓക്കെ, G പ്രോട്ടീൻ ഓൺ ആയാലും ഓഫ് ആയാലും അല്ലേ ലിഗാൻഡ് വന്ന് ബൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ആക്ഷൻ നടക്കുള്ളൂ. സോ G പ്രോട്ടീൻസ് ഓൺ ആവുന്നത് എങ്ങനെയാണ്, ഓഫ് ആവുന്നത് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നോക്കിക്കേ, G പ്രോട്ടീൻസ് ഓൺ ആവണമെങ്കിൽ അവിടെ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒന്ന് രണ്ട് ആളുകൾ നമുക്ക് എക്സ്ട്രാ പരിചയപ്പെടാം. ഗ്യാപ്പ് എന്താ? GTPase ആക്ടിവേറ്റിംഗ് പ്രോട്ടീൻ ആണ്. എന്താ GTPase എന്ന് പറഞ്ഞാൽ? GTPയെ കട്ട് ചെയ്യുന്നതാണ് GTPase ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ GTPase ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ GTPയെ കട്ട് ചെയ്യുന്നതാണ്. അടുത്ത ജെഫ് നോക്കിക്കേ, ആക്ടിവേറ്റർ പ്രോട്ടീൻ ആണ് ആക്ച്വലി എന്തെന്ന് പറഞ്ഞാൽ ജെഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് എന്താ ചെയ്യുക വെച്ചാൽ ജെഫ് ചെയ്യുന്നത് GDPയെ എന്തായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു? GDPയെ GTP ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. GDP ഉള്ളിടത്ത് നിന്ന് അതിനെ മാറ്റിയിട്ട് GTP ആക്കുന്ന ആളാണ് ജെഫ്. ഓർക്കണേ, ഗ്യാപ്പ് എന്താ ചെയ്യുക? GTPയെ പൊട്ടിക്കും അല്ലേ? ഇതൊരു GTP എന്ന് വിചാരിക്കുക, ആ GTPയെ പൊട്ടിച്ചിട്ട് GDP ആക്കി മാറ്റും. അതാണ് GTPase ആക്ടിവിറ്റി. മനസ്സിലായി? അപ്പോൾ 2 ആളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെ. ആരൊക്കെയാണ് ആള്? ഒരാളാണ് ഗ്യാപ്പ്, ഒരാളാണ് ജെഫ്. ഗ്യാപ്പും ജെഫും ഓപ്പോസിറ്റ് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കൂ, ഗ്യാപ്പ് എന്താ ചെയ്യുക? GTPയെ ബ്രേക്ക് ചെയ്തിട്ട് GDP ആക്കി മാറ്റും. ഓക്കെ, അടുത്തത് ഏതാ? നമ്മളെ ജെഫ് എന്താ ചെയ്യുക? GTPയെ എന്താക്കി മാറ്റുന്നു? GDP എന്താക്കി മാറ്റുന്നു? GTP ആക്കി മാറ്റുന്നു. ക്ലിയർ അല്ലടാ? ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇതവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്യാപ്പ് ചെയ്യുന്നത് ഫോസ്ഫോഡയസ്റ്ററൈസ് ബോണ്ടിനെ ക്ലീവ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കൂ, അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത, G പ്രോട്ടീന് ഒറ്റക്കൊരു കഴിവുണ്ട്. G പ്രോട്ടീൻ തന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ GTPase ആക്ടിവിറ്റി ഉണ്ട്. ഓക്കെ അല്ലേ? G പ്രോട്ടീനിന് എന്ത് കഴിവുണ്ട്? അതിന് തന്നെ എന്ത് കഴിവുണ്ട്? GTPase ആക്ടിവിറ്റി ഉണ്ട്. സോ ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി നോക്കി, ഇവരോട് കൂടെ എന്ത് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന അടുത്തൊരാളാണ് RGS, റെഗുലേറ്റർ ഓഫ് G പ്രോട്ടീൻ സിഗ്നലിംഗ്. GTP നമ്മുടെ ഗ്യാപ്പിൻ്റെ കൂടെ, ഓക്കെ, ഗ്യാപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരാളാണ് RGS, റെഗുലേറ്റർ ഓഫ് G പ്രോട്ടീൻ സിഗ്നലിംഗ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ RGSും ഗ്യാപ്പും കൂടിയാണ് എന്ത് കാണിക്കുക? GTPase ആക്ടിവിറ്റി കാണിക്കുക. ജെഫ് അതിൻ്റെ ഓപ്പോസിറ്റ് പ്രവർത്തനം ചെയ്യും. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷനാണ് നമ്മൾ പാസ് ചെയ്തത് കേട്ടോ. ഇനി എങ്ങനെയാണ് ഇവർ സ്വിച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഏത് പോർഷൻ? ഈ പോർഷനാണ് നമ്മുടെ ആൽഫ. ഓക്കെ, ആൽഫയുടെ സ്ട്രക്ചറാണ് കൊടുത്തത്. ആൽഫയിൽ ഇത് നോക്കിക്കേ, ഓഫായി കിടക്കുന്ന സ്റ്റേറ്റാണ്. കണ്ടോ? ആൽഫ ഓഫായി കിടക്കുന്ന സ്റ്റേറ്റ്. ഇവിടെ ഒരു എന്ത് വരുന്നുണ്ട്? ഒരു എന്താണ് ഡീപ്പായിട്ടുള്ള ഒരു പോർഷൻ കണ്ടോ? ഒരു ക്രസ്റ്റ് കണ്ടോ? അവിടെ എന്ത് വരുന്നത്? അവിടെയാണ് GDP ബൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ 2 സൈഡിലായിട്ട് 2 സ്വിച്ച് ഉണ്ട്. ഓക്കെ, 2 സ്വിച്ച് കണ്ടോ? ഒരു സ്വിച്ച് ഏതാ നോക്കിക്കേ, ഗ്ലൈസിൻ 16ഉം അടുത്ത ത്രയോണിൻ 35. ഒരു ക്രിട്ടിക്കൽ റെസിഡ്യൂ ആണ്. അതായത് നമുക്കറിയാം, ചില സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ ഇത്രാമത്തെ അല്ലെങ്കിൽ ഒരു 35 എത്രയാണ് എണ്ണം, ആ ഒരു വരുന്ന പ്രോട്ടീനിലെ അമിനോ ആസിഡ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ ക്രിട്ടിക്കൽ റെസിഡ്യൂ എന്ന് പറയും. ഓക്കെ, അങ്ങനെ അവിടുത്തെ ഒരു ക്രിട്ടിക്കൽ റെസിഡ്യൂ ആണ് നമ്മുടെ ഗ്ലൈസിൻ 16, അടുത്ത ത്രയോണിൻ 35. ഓക്കെ അല്ലേ? ഇവർ 2 പേരും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ എന്ത് ചെയ്യുന്നു?
നമ്മളെ ലിഗാൻഡ് ഏതുമായിട്ട് ബൗണ്ട് ചെയ്യുന്നു, നമ്മുടെ റിസപ്റ്ററുമായിട്ട് ബൗണ്ട് ചെയ്യുന്നു. ആ ബൗണ്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇതിനകത്ത് ചില കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാകുന്നു. ആ കൺഫർമേഷണൽ ചേഞ്ച് കാരണം ഈ രണ്ട് സ്വിച്ചസും അടുത്ത് വന്നിട്ട് കണ്ടോ ഇങ്ങനെ അടുത്ത് വരുന്നു. അടുത്ത് വന്നതിൻ്റെ ഫലമായിട്ട് ഇതിന് അകത്തേക്ക് ആരെ ഒക്യുപ്പൈ ചെയ്ത് കൊടുക്കുന്നു, ഒരു ഗാമ ഫോസ്ഫേറ്റിനെ കണ്ടില്ലേ, ഒരു ഗാമ ഫോസ്ഫേറ്റിനെ ഇങ്ങോട്ടേക്ക് കറക്റ്റ് ഒക്യുപ്പൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ജി ഡി പിക്ക് ഒരു ഫോസ്ഫേറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി, ജി ടി പി ആയിട്ട് മാറി. ഓക്കെ അല്ലേ? അപ്പോൾ ജി ഡി പിക്ക് ഒരു ഫോസ്ഫേറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്തടാ, ജി ടി പി ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇതെന്തായി ഇപ്പോൾ ജി ടി പി ആയി. ഓക്കെ, ഇതാണ്. അപ്പോൾ ഈ ഒരു ഇതുവഴി സ്വിച്ച് ഓൺ ആവുകയാണ്. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുന്ന രണ്ട് സ്വിച്ചാണ്. ഒരു സ്വിച്ചാണ് ത്രയോണിൻ 35, അടുത്ത സ്വിച്ചാണ് ഗ്ലൈസിൻ 16. ഇവർ രണ്ടുപേരുമാണ് ജി ഡി പിയിൽ നിന്ന് ജി ടി പി ആക്കിയിട്ട് ഇതിനെ ഓൺ ആക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഓഫായി കിടക്കുന്ന സമയത്ത് കണ്ടോ കൺഫർമേഷണൽ ചേഞ്ച് നടന്നിട്ടില്ല. ഈ രണ്ട് സ്വിച്ചും രണ്ടറ്റത്താണ്. സോ ഒരു ചേഞ്ച് നടക്കുന്നില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ സ്വിച്ച് ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ്? ഗ്ലൈസിൻ 60 ആൻഡ് ത്രയോണിൻ 35. പിന്നെ ആരെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു? നമ്മുടെ ഏതാണ്? ഗാമ ഫോസ്ഫേറ്റിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഓരോന്ന് മനസ്സിലാക്കിയിട്ട് മൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കേ. സ്വിച്ച് ഏതാ 1 ഉണ്ട്, ത്രയോണിൻ 35 ക്രിട്ടിക്കൽ റെസിഡ്യൂ. സ്വിച്ച് 2 ഉണ്ട്, ഗ്ലൈസിൻ 60 ക്രിട്ടിക്കൽ റെസിഡ്യൂ. നോക്കിക്കേ, ഇവിടെ എന്താ ബൗണ്ട് ചെയ്ത് കിടക്കുന്ന സമയത്ത് ജി ടി പി ബൗണ്ട് ചെയ്ത് കിടക്കുന്ന ഓണായ സ്റ്റേറ്റിൽ അമൈഡ് ലിങ്കേജ് ഫോം ചെയ്യും. അതായത് ഒരു ഗാമ ഫോസ്ഫേറ്റിലേക്ക് ഒരു ലിങ്കേജ് കൂടെ ഉണ്ടാക്കി അതിനെ ജി ടി പി ആക്കിയിട്ട് മാറ്റും. ഓക്കെ, ഇനി ജി ടി പി ഓഫാകുന്ന ജി ഡി പി സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് ഓഫാണ്. ആ സമയത്ത് ഈ രണ്ട് സ്വിച്ചും ദൂരെയാണ്, ആ സ്വിച്ച് ഓഫാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആരാണ് ആക്ട് ചെയ്യുന്നത്? ഗ്യാപ്പാണ് ആക്ട് ചെയ്യുന്നത്. ഗ്യാപ്പ് നേരത്തെ ജി ടി പിയെ എന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെ ജി ടി പിയെ കട്ട് ചെയ്തിട്ട് ജി ഡി പി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലടാ? ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണേ, റിപ്പീറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കണേ, അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതാ നമ്മളെ പ്രോസസ്സിലേക്ക് കിടക്കുക. ജി പ്രോട്ടീൻ വഴി എങ്ങനെയൊക്കെയാണ് ഇനി. അപ്പോൾ നമ്മളിപ്പോൾ ലിഗാൻഡിനെ പരിചയപ്പെട്ടു, റിസപ്റ്ററിനെ പരിചയപ്പെട്ടു, റിസപ്റ്ററിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചു. ഇനി എങ്ങനെയാണ് അതിൽ ട്രാൻസ്ഡക്ഷൻ പാത്വേ നടക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒന്ന് നോക്കിക്കേ എന്തൊക്കെയാണ് അതിൻ്റെ പാത്ത് എന്ന് നോക്കുക. ആദ്യം ഒരു ലിഗാൻഡിനെ റിസപ്റ്റർ ബൗണ്ട് ചെയ്യും. റിസപ്റ്റർ ബൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ജി പ്രോട്ടീൻ അവിടെ ആക്ച്വലി ശരിക്കും ഇതിൻ്റെ ഒരു കേസിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? നമ്മളെ കേസിൽ ഇത് ജി പ്രോട്ടീൻ ആണല്ലോ, ഇത് ജി പ്രോട്ടീൻ ആണെന്ന് വിചാരിക്കുക. ജി പ്രോട്ടീൻ ആണ്. ജി പ്രോട്ടീൻ്റെ കേസിൽ ലിഗാൻഡ് ഇവിടെ വന്ന് ബൗണ്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ആൽഫയും ബീറ്റയും ഗാമയും ഒക്കെ എന്ത് ചെയ്യുന്നത്? വരിയായിട്ട് ഇവിടെ വന്ന് അറേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ വരിയായിട്ട് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ അറ്റാച്ച്മെൻറ്റ് നടക്കുമ്പോഴാണ് ആക്ച്വലി എന്ത് സംഭവിക്കുക? എന്താണ് ഫർദർ സ്റ്റെപ്പ് നടക്കുക? അതായത് ഈ ലിഗാൻഡും നമ്മുടെ റിസപ്റ്ററും തമ്മിൽ ബൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാക്കും. ആ കൺഫർമേഷണൽ ചേഞ്ച് കാരണം എന്താ സംഭവിക്കുക? ആ കൺഫർമേഷണൽ ചേഞ്ച് കാരണം ഇവിടെ എന്തുണ്ടാവും എന്ന് വെച്ചാൽ എവിടെയാണോ ജി ടി പി അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ ജി പ്രോട്ടീൻ ബൈൻഡ് ചെയ്യേണ്ടത് ആ ഭാഗം ഇവിടെ എക്സ്പോസ് ആവും. അപ്പോഴാണ് നമ്മുടെ ജി പ്രോട്ടീൻ വന്ന് അങ്ങോട്ടേക്ക് ബൈൻഡ് ചെയ്യുക. മനസ്സിലായ പറഞ്ഞേ? ആ സമയത്താണ് നമ്മുടെ ജി പ്രോട്ടീൻ വന്നിട്ട് അങ്ങോട്ടേക്ക് ബൗണ്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താ ഉണ്ടായത്? ലിഗാൻഡ്, റിസപ്റ്റർ, ജി പ്രോട്ടീൻ വന്ന് ബൗണ്ട് ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ ഫലമായിട്ട് എഫക്ടർ ഉണ്ടാകുന്നു, സെക്കൻഡ് മെസ്സഞ്ചർ ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല വട്ടം ഫിലിമിൻ്റെ പോലെ അതേപോലെ തന്നെ ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ അടുത്ത ആളെ തൊട്ട് പോകുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ ആദ്യം ലിഗാൻഡ്, റിസപ്റ്റർ, ജി പ്രോട്ടീൻ ആക്റ്റീവ് ആവുന്നു, എഫക്ടർ ഉണ്ടാകുന്നു, സെക്കൻഡ് മെസ്സഞ്ചർ ഉണ്ടാകുന്നു. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതാ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കൂ. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കേ എന്താ ഉണ്ടായത്? നമ്മൾ ജനറൽ ആയിട്ടുള്ള സ്റ്റെപ്പായിട്ട് ആദ്യം പറയുന്നത്. ജനറലായിട്ട് ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. നോക്കിക്കാൻ ഫസ്റ്റ് എന്താ? ബൈൻഡിങ് ഓഫ് ഹോർമോൺ ഇൻഡ്യൂസസ് എ കൺഫർമേഷണൽ ചേഞ്ച് ഇൻ ദ റിസപ്റ്റർ. നമ്മളിവിടെ ലിഗാൻഡ് ആയിട്ട് ഹോർമോൺ എടുത്തു കേട്ടോ ഫസ്റ്റ്. അപ്പോൾ ലിഗാൻഡ് അല്ലെങ്കിൽ ഹോർമോൺ റിസപ്റ്ററിലേക്ക് ബൗണ്ട് ചെയ്യുന്നു. സോ അവിടെ ഒരു കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാകുന്നു. അപ്പോഴോ ആക്ടിവേറ്റ് റിസപ്റ്റർ ബൈൻഡ് ടു ജി ആൽഫ സബ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടായതിൻ്റെ ഫലമായിട്ട് അവിടെ നമ്മുടെ ജി പ്രോട്ടീന് വന്ന് ബൈൻഡ് ചെയ്യേണ്ട ഭാഗം എക്സ്പോസർ ആകുന്നു. സോ എക്സ്പോസർ ആകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജി പ്രോട്ടീൻ അങ്ങോട്ടേക്ക് ബൈൻഡ് ചെയ്യുന്നു. ആൽഫയാണ് വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവേറ്റഡ് റിസപ്റ്റർ എന്ത് കോസ് ചെയ്യുന്നു? വീണ്ടും കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാവും. സോ അതിൻ്റെ ഫലമായിട്ട് ജി ആൽഫ എന്തായിട്ട് മാറുന്നു? ഡിസോസിയേഷൻ ഓഫ് ജി ഡി പി. ജി ആൽഫ ജി ടി പി ആയിട്ട് മാറുന്നു. കണ്ടോ, ലിഗാൻഡ് ബൗണ്ട് റിസപ്റ്റർ ആക്ട് ആസ് എ ജെഫ് ആണ് അവിടെ. ഓക്കെ, അതായത് ഒന്ന് നോക്കിക്കേ, ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിക്കൂ. ലിസൺ, എല്ലാവരും നോക്കണേ. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ലിഗാൻഡ് വന്നത് ബൗണ്ട്, ഇതൊരു ലിഗാൻഡാണ്, അത് വന്നിട്ട് ബൗണ്ട് ചെയ്യുന്നു. അത് ബൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ലിഗാൻഡ് വന്ന് ബൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടായത്? ഇതാ നമ്മുടെ അടുത്ത് ഇവിടെ നമ്മുടെ ആൽഫ വന്ന് ബൈൻഡ് ചെയ്തു, അതിൻ്റെ കൂടെ നമ്മുടെ ബീറ്റയും ഗാമയും കൂടെ ബൈൻഡ് ചെയ്തു. സോ അവിടെ ഒരു കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാകുന്നു. ആ കൺഫർമേഷണൽ ചേഞ്ചിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? ആ കൺഫർമേഷണൽ ചേഞ്ചിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടായത് നോക്കിക്കേ. ഈ ഇവിടെ ഉണ്ടായിരുന്നത് ആദ്യം ജി ഡി പി ആയിരുന്നു, ജി ഡി പി. ആ ജി ഡി പി പിന്നെ ഇവിടെ ജെഫ് ആക്ട് ചെയ്യും.
ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ജെഫ് എന്താന്ന്. ജെഫ് ഇവിടെ ജെഫായിട്ട് ആക്ട് ചെയ്യുന്ന ഈ ലിഗാൻഡ് റിസപ്റ്ററും ബൈൻഡ് ചെയ്തില്ലേ, ആ ഒരു ആക്ഷനാണ് ഇവിടെ ജെഫായിട്ട് ആക്ട് ചെയ്യുന്നത്. അത് ജെഫായിട്ട് എന്ത് ചെയ്യുന്നതിനെ GTP ആക്കി മാറ്റും. ഓക്കെ, GTP ആയി മാറുന്നു. അങ്ങനെ GTP ആയി കഴിഞ്ഞാൽ എന്താ നടക്കുന്നത് നോക്കിക്കേ. GTP ആയി കഴിഞ്ഞാൽ ആർക്ക് എനർജി കിട്ടി? ആൽഫക്ക് ഇപ്പോൾ എനർജി കിട്ടി അല്ലേ. ആൽഫ നേരത്തെ ഇനാക്റ്റീവ് ആയിരുന്നു, എനർജി ഇല്ലായിരുന്നു, GTP ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആൽഫക്ക് എനർജി കിട്ടി. സോ ഇവർ ഇവിടുന്ന് ഡിസോസിയേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇവരെന്ത് ചെയ്യും കണ്ടോ, നമ്മുടെ ആൽഫ എന്ത് ചെയ്യുന്നതാ, നമ്മുടെ ആൽഫ പോർഷൻ ഉണ്ടല്ലോ അത് ഇവിടുന്ന് ഡിസോസിയേറ്റ് ചെയ്യും. ഇവർ ഡിസോസിയേറ്റ് ചെയ്തിട്ട് അപ്പുറത്തെ ഒരാളെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്, അതിൻ്റെ പേര് എഫക്ടർ. ആ എഫക്ടറിനെ പോയി വിളിച്ചുണർത്തും. ഓക്കെ അല്ലേ. അപ്പോൾ ഈ നമ്മുടെ GTP ഏത് G-alpha GTP ആണ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എഫക്ടറിൻ്റെ അടുത്ത് പോകുന്നു. അപ്പോൾ എഫക്ടർ ഓൺ ആവുന്നു. എഫക്ടർ ഓൺ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എഫക്ടർ സെക്കൻഡ് മെസ്സഞ്ചേഴ്സിനെ പോയിട്ട് ഓൺ ആക്കും. ഓക്കെ അല്ലേ. അപ്പോൾ അതാണ് ഇനി ബൈൻഡിങ് ഓഫ് GTP ടു G-alpha ട്രിഗർ ഡിസോസിയേഷൻ ഓഫ് G-alpha ബോത്ത് ഫ്രം ദ റിസപ്റ്റർ ആൻഡ് ഫ്രം ദി G-beta gamma. ഇവിടുന്ന് രണ്ടെന്നും അത് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? അവർ ഒരു എഫക്ടറിനെ ആക്ടിവേറ്റ് ആക്കും. ക്ലിയർ അല്ലേ. ഇനി ഫർദർ സ്റ്റെപ്പുകൾ പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ആദ്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ എത്ര തരത്തിലുള്ള G പ്രോട്ടീൻ ഉണ്ട് എന്നാണ്. ഓക്കെ, അതായത് നമ്മുടെ G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് എത്ര തരത്തിലുണ്ട് എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് നോക്കിക്കുക. എന്നിട്ട് ഓരോന്നിൻ്റെ പാത്വേയും നമ്മൾ കറക്റ്റ് പഠിക്കണം. ഓക്കെ അല്ലേ. അതിൽ ഒന്നേതാ നോക്കൂ. യെസ്, നോക്കിക്കേ. G-alpha S അല്ലെങ്കിൽ G-alpha സ്റ്റിമുലേറ്ററി. ഓക്കെ അല്ലേ. G-alpha S അല്ലെങ്കിൽ G-alpha സ്റ്റിമുലേറ്ററി. ദെൻ സെക്കൻഡ് വൺ ആണ് G-alpha I അല്ലെങ്കിൽ G-alpha ഇൻഹിബിറ്ററി. അടുത്തതാണ് മക്കളെ നോക്കിക്കേ G-alpha ഒൾഫാക്ടറി. ഓക്കെ അല്ലേ. ദെൻ അടുത്തത് ഏതാ നോക്കിയേ. G-alpha Q, G-alpha O, G-alpha T. G-alpha T എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഡ്യൂസിൻ ആണ്. ഓക്കെ, QOയും ജസ്റ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു മാത്രം, ജസ്റ്റ് ഒരു ആൽഫബറ്റ് പോലെ കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എത്ര ക്ലാസ്സസ് ആണ് നോക്കിക്കേ. 1 2 3 4 5 6 ക്ലാസ്സസ് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ 6 ക്ലാസ്സസ് ആണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെയാണ്? G പ്രോട്ടീൻസ് എത്ര ഉണ്ട്? നമ്മുടെ GPCR 6 തരത്തിലുണ്ട്. G-alpha S, G-alpha I, G-alpha OLF, G-alpha Q, G-alpha O, G-alpha T. ക്ലിയർ അല്ലേ. ഇത്രയെണ്ണം ഉണ്ട്. ഓക്കെ ആണല്ലോ. യെസ്, ഇനി നമ്മൾ ആദ്യം G-alpha സ്റ്റിമുലേറ്ററി. G-alpha സ്റ്റിമുലേറ്ററിയിൽ എങ്ങനെയാണ് ആക്ഷൻ നടക്കുന്നത് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ. G-alpha സ്റ്റിമുലേറ്ററിയിൽ ആക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്. നോക്കൂ. നമ്മൾ ആദ്യം ലിഗാൻഡിനെ പരിചയപ്പെടാം അല്ലേ. ഏതൊക്കെ ലിഗാൻഡാണ് ഇവിടെ വരിക നോക്കി. ഇതിൽ ഓരോ ലിഗാൻഡ് ഏതാ, റിസപ്റ്റർ ഏതാ, അതുപോലെ തന്നെ അവിടുത്തെ സെക്കൻഡ് മെസ്സഞ്ചർ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണേ. അപ്പോൾ നോക്കിക്കേ, ലിഗാൻഡ് ആണ് ആദ്യം പറയുന്നത്. ഏതാണ്? ഗ്ലൂക്കഗോൺ ആണ്. ഗ്ലൂക്കഗോൺ നോക്കിക്കേ, പാൻക്രിയാറ്റിക് ആൽഫ സെൽസ് സെക്രീറ്റഡ് ആണ്. ഓക്കെ അല്ലേ. ഗ്ലൂക്കഗോൺ ഉണ്ടാകും. നമുക്കറിയാം ഗ്ലൂക്കഗോൺ ആരാ ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കഗോൺ ഒരു ഹോർമോൺ ആണ്. പാൻക്രിയാറ്റിക് ആൽഫ സെൽ ഉണ്ടാക്കുന്നതാണ്. പാൻക്രിയാറ്റിക് ബീറ്റ സെൽസ് ഉണ്ടാക്കുന്നത് എന്തായിരുന്നു? ഇൻസുലിൻ ആയിരുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഗ്ലൂക്കഗോൺ പാൻക്രിയാറ്റിക് ആൽഫ സെൽ സെക്രീറ്റ് ചെയ്യുന്നു. അടുത്ത സെറോട്ടോണിന് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ദെൻ അടുത്ത് നോക്കിക്കേ, വാസോപ്രസിൻ. നമുക്ക് ഓൾറെഡി അറിയാം വാസോപ്രസിന് ഒരു എന്താണ്, ഹോർമോൺ ആണ്. അതാണ് നമ്മുടെ വാട്ടർ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കിഡ്നിയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് വാസോപ്രസിന്. നമ്മുടെ ഹൈപ്പോതലാമസിലെ സ്പെഷ്യൽ ടൈപ്പ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ. അടുത്ത എപ്പിനെഫ്രിൻ ആണ്. അഡ്രിനാലിൻ ഹോർമോൺ ആണ്. അഡ്രിനാലിൻ്റെ ഏത് പോർഷൻസാ? മെഡുല റീജിയൻ ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ് എപ്പിനെഫ്രിൻ. ഓക്കെ അല്ലേ. അപ്പോൾ 4 ടൈപ്പ് ലിഗാൻഡ് ഒന്ന് നോട്ട് ചെയ്യുക. ഗ്ലൂക്കഗോൺ, സെറാട്ടോണിൻ, വാസോപ്രസിൻ, ദെൻ ഫൈനലി ഏതാണ്? എപ്പിനെഫ്രിൻ. ഓക്കെ അല്ലേ. അപ്പോൾ കുറച്ച് G-alpha സ്റ്റിമുലേറ്ററിയിൽ വരുന്ന 4 ടൈപ്പ് ലിഗാൻഡിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഓക്കെ അല്ലേ. ഇനി റിസപ്റ്റർ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എപ്പിനെഫ്രിൻ ആണ് കേട്ടോ. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ലിഗാൻഡ് എപ്പിനെഫ്രിൻ ആണ്. അപ്പോൾ എപ്പിനെഫ്രിനെ സ്വീകരിക്കുന്ന റിസപ്റ്റേഴ്സിൻ്റെ പേരൊന്ന് നോക്കിക്കേ. ഏതാ? അഡ്രിനർജിക് റിസപ്റ്റർ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ആട്ടോ. ഓരോ ലൊക്കേഷൻ്റെ ബേസിലാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അതിനെ അഡ്രിനർജിക് റിസപ്റ്റർ എന്നാ പറയാം. ഓക്കെ, എന്താ പറയുക? അഡ്രിനർജിക് റിസപ്റ്റർ എന്നാണ് പറയുക. ക്ലിയർ അല്ലേ. എപ്പിനെഫ്രിൻ്റെ റിസപ്റ്ററിനെ പറയുന്ന പേരാണ് അഡ്രിനർജിക് റിസപ്റ്റർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ്റെ ബേസിൽ ഏതൊക്കെ നോക്കൂ. ആൽഫ 1 അഡ്രിനർജിക്. ഓക്കെ, അതെവിടെ കാണുന്നത്? സ്മൂത്ത് മസിൽ സെൽ ഓഫ് കിഡ്നി ആൻഡ് ഇൻഡസ്റ്റൈൻ ആൻഡ് സ്കിന്ന്. ഓക്കെ, സ്മൂത്ത് മസിൽ ഓഫ് കിഡ്നി, ഇൻഡസ്റ്റൈൻ, സ്കിന്നിലൊക്കെ കാണുന്നതാണ് നമ്മുടെ ആൽഫ 1 അഡ്രിനർജിക്. ഓക്കെ, അടുത്തതാണ് ആൽഫ 2 അഡ്രിനർജിക്. അതെവിടെ കാണുന്നത്? പാൻക്രിയാറ്റിക് സെൽസിലാണ് കാണുന്നത്. ഓക്കെ, അടുത്ത ബീറ്റ 1 ആണ്. എവിടെ കാണുന്നത്? ഹാർട്ട് ടിഷ്യൂലാണ് കാണുന്നത്. ദെൻ ഫൈനലി ബീറ്റ 2 ആണ്. അതെവിടെ കാണുന്ന? അഡിപ്പോസ് ടിഷ്യൂലാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് റിസപ്റ്റേഴ്സ് എന്നും എവിടെയാണ് അത് കാണുന്നതെന്നും ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്യണേ. ഓക്കെ അല്ലേ. യെസ്, ഇനി നോക്കിക്കേ. ഇനി അടുത്തത് ഒരു വേർഡ് ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അഗോണിസ്റ്റും ആൻറ്റഗോണിസ്റ്റും. ഓക്കെ അല്ലേ. അഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ. അതായത്
എ ഡ്രഗ് ഓർ കെമിക്കൽ മോളിക്യൂൾ ദാറ്റ് ആക്ടിവേറ്റ് certain receptor by mimicking natural hormones. നമ്മുടെ ലിഗാൻഡിന് പകരം, ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞില്ല, നമ്മൾ ലിഗാൻഡ് അല്ലെങ്കിൽ ഹോർമോൺ, ആ ഹോർമോണിന് പകരക്കാരാവാൻ പറ്റുന്ന ആൾക്കാരാണ് അഗോണിസ്റ്റ്. എന്ത് ചെയ്യുന്നു, ഒരു റിസപ്റ്റർ ഉണ്ട്, ഈ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്ന ഒരു എന്താണ് ഹോർമോൺ ഉണ്ട് എന്ന് വിചാരിക്കുക, അതിന് പകരം ഇവർക്ക് പോയി ബൈൻഡ് ചെയ്തിട്ട് അവരുടെ ആക്ഷൻസ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ അഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കണേ, എക്സാമ്പിൾ നോക്കിക്കുക. ഐസോപ്രോട്ടോണോൾ ആണ്, എന്തിനാണ്, എപ്പിനെഫ്രിൻ ആണ്. എപ്പിനെഫ്രിൻ അഗോണിസ്റ്റ് ആണ്. ഇവർ 10 times സ്ട്രോങ്ങർ ആണ് എപ്പിനെഫ്രിനൊക്കെ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരെ ആസ്മക്കൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ്, ഒരു ഡ്രഗാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു അഗോണിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ആൻറ്റഗോണിസ്റ്റ് ആണ്. ആൻറ്റഗോണിസ്റ്റ് എന്താ ചെയ്യുന്നത്, അത് എന്താ ചെയ്യുക, ഇവർ ഹോർമോണിൻ്റെ പകരം മിമിക് ചെയ്തിട്ട് ഈ റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്യും, പക്ഷേ ഇൻഹിബിറ്റ് ചെയ്യും, ഫർദർ ആക്ഷനൊന്നും നടക്കൂല. അങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആൻറ്റഗോണിസ്റ്റ്. ഡ്രഗ് വിച്ച് ഇൻഹിബിറ്റ് ദ ബൈൻഡിങ് ഓഫ് നാച്ചുറൽ ഹോർമോൺ ടു ദയർ റിസപ്റ്റർ. ഇവർ കയറി അവിടെ ബൈൻഡ് ചെയ്യും, അപ്പോൾ ആർക്ക് ബൈൻഡ് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല, നാച്ചുറൽ ഹോർമോൺ പോയി ബൈൻഡ് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. സോ അത്തരത്തിലുള്ള ആൾക്കാരാണ് ഏതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻറ്റഗോണിസ്റ്റ്. ഓക്കെ, അപ്പോൾ അഗോണിസ്റ്റും ആൻറ്റഗോണിസ്റ്റും അതിന് എക്സാമ്പിളും നോക്കിക്കേ. ഓക്കെ ആണല്ലോ, എക്സാമ്പിളും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ, നമ്മുടെ ആൾപ്രനോൾ ആണ് അതിന് എക്സാമ്പിൾ. ആ എക്സാമ്പിളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ അഗോണിസ്റ്റ് ആൻറ്റഗോണിസ്റ്റ് ജസ്റ്റ് ഒരു ടേം പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസിൽ ഈ ടേം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം, അത് നിങ്ങൾക്ക് അറിയണമല്ലോ, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വസ്റ്റ്യന് കൂടുതൽ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ക്വസ്റ്റ്യൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. ആക്ച്വലി നമ്മൾ കൂടുതലായിട്ട് ആ ടേംസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനിൽ തന്നെ അതിനുള്ള ആൻസർ വരുന്നുണ്ട് അല്ലേ. ആ 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് അതിൻ്റെ ആൻസർ ആവും, ഏതാണെന്ന് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ഓരോ ടേംസും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ആൻസറിലേക്ക് എത്താൻ ഒന്നും കൂടി ഈസി ആയിരിക്കും. ഓക്കെ അല്ലേ, അപ്പോൾ ചെറിയ ടേമുകൾ പോലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അഗോണിസ്റ്റും ആൻറ്റഗോണിസ്റ്റും ഇത് അതിൻ്റെ സ്ട്രക്ചറാണ്. അഗോണിസ്റ്റിൻ്റെ ആൻറ്റഗോണിസ്റ്റിൻ്റെ നമ്മൾ എന്താണ് സ്ട്രക്ചറാണ് കേട്ടോ. ജസ്റ്റ് സ്ട്രക്ചർ കൊടുത്തു എന്ന് മാത്രം, അതൊന്ന് നോക്കുക. ഓക്കെ, യെസ്. ഇനി നോക്കിക്കേ, നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കിടക്കുകയാണ്. അവിടെ എന്ത് നടക്കുകയാണ്, പാത്വേ ഓൺ ആവാൻ പോവുക, നമ്മുടെ ട്രാൻസ്ഡക്ഷൻ പാത്വേ നടക്കാൻ പോവുക. അപ്പോൾ ആദ്യം നമ്മളൊരു ലിഗാൻഡിന് എടുത്തു. ഓക്കെ ആണല്ലോ, ആദ്യം എടുത്ത ലിഗാൻഡ് ഏതാ, എപ്പിനെഫ്രിൻ. ഇവിടെ എടുത്തെടുക്കുന്ന ലിഗാൻഡ് ഏതാണ്, എപ്പിനെഫ്രിൻ നമ്മളെടുത്തു ലിഗാൻഡായിട്ട്. എപ്പിനെഫ്രിൻ റിസീവ് ചെയ്യുന്ന ഒരു റിസപ്റ്ററിനെയും നമ്മളെടുത്തു. ആ റിസപ്റ്ററാണ് ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ. ഏതാടാ, ബീറ്റ അഡ്രിനർജിക് റിസപ്റ്ററാണ്. ഓക്കെ അല്ലേ. ഇനി എഫക്റ്റർ ഏതാ നോക്കിക്കേ, അഡിനിലൈൻ സൈക്ലേസ്. എഫക്റ്റർ ഏതാണ്, അഡിനിലൈൻ സൈക്ലേസ് ആണ് ഇവിടുത്തെ എഫക്റ്റർ. ദെൻ സെക്കൻഡ് മെസ്സഞ്ചർ പ്രോട്ടീൻ കൈനേസ് എ. ഏതാണ് വരുന്നത് സെക്കൻഡ് മെസ്സഞ്ചർ, പ്രോട്ടീൻ കൈനേസ് എ. ക്ലിയർ അല്ലേ. അപ്പോൾ നോക്കിക്കേ, എപ്പിനെഫ്രിൻ എപ്പിനെഫ്രിൻ ആണ് ലിഗാൻഡ്, റിസപ്റ്റർ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ ആണ്, എഫക്റ്റർ അഡിനിലൈൻ സൈക്ലേസ് ആണ്, സെക്കൻഡ് മെസ്സഞ്ചർ ഏതാണ്, പ്രോട്ടീൻ കൈനേസ് എ ആണ്. ക്ലിയർ അല്ലടാ. ഇനിതാ നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. അഡിനിലൈൻ സൈക്ലേസ് എന്ന് പറഞ്ഞാൽ അതിന് 2 ഡൊമൈൻസ് വരുന്നുണ്ട്. കണ്ടോ, ഇതൊരു ഡൊമൈനാണ്, അടുത്തൊരു 2 ഡൊമൈൻ വരുന്നുണ്ട്, 2 ഇൻ്റഗ്രൽ മെംബ്രെയിൻ ഡൊമൈൻസ്. കണ്ടോ, ഇവിടെ 3+3, അതായത് ഇവിടെ 6 എണ്ണം, ഇവിടെ 6 എണ്ണം, അങ്ങനെ 3+3 വരുന്ന 2 ഡൊമൈൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഈച്ച് ഡൊമൈനിലും 6 ആൽഫ ഹെലിക്സ്, 1 2 3 4 അങ്ങനെ 6 ആൽഫ ഹെലിക്സ് വരുന്നുണ്ട്. ഇനി നോക്കിക്കേ, അഡിനിലൈൻ സൈക്ലേസിന് 2 പോർഷൻസ് ഉണ്ട്. അതായത് ഒരു ട്രാൻസ് മെംബ്രെയിൻ റീജിയനും ഉണ്ട്, പിന്നെ അതുപോലെ എൻസൈം ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു ഏരിയ കൂടിയുണ്ട്, ഒരു കാറ്റലിറ്റിക് ഡൊമൈനും ഉണ്ട്. ഇവരെന്താ ചെയ്യുക, ഇവരുടെ കാറ്റലിറ്റിക് ഡൊമൈൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ATPയെ സൈക്ലിക് AMP ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്താ ചെയ്യുക, ATPയെ സൈക്ലിക് AMP ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, അഡിനിലൈൻ സൈക്ലേസ് എവിടെ ATPനെ കണ്ടാലും അതിനെ സൈക്ലിക് AMP ആക്കി മാറ്റും. ഓക്കെ അല്ലേ, അഡിനിലൈൻ സൈക്ലേസ് എവിടെ ATPയെ കണ്ടാലും അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, സൈക്ലിക് AMP ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഞാൻ നേരത്തെ നിങ്ങൾക്ക് 2 ആളെ കൂടെ പരിചയപ്പെടുത്തിയിരുന്നു. ജെഫ് എന്താ ചെയ്തത്, GDP ആക്കി മാറ്റും. ഗ്യാപ്പ് എന്താ ചെയ്തത്, നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ കട്ട് ചെയ്യില്ലേ, ഫോസ്ഫേറ്റിൻ്റെ കട്ട് ചെയ്ത് കളയുക ചെയ്തത് അല്ലേ. അപ്പോൾ GTPയെ GDP ആക്കി മാറ്റും. അതുപോലെ അഡിനിലൈൻ സൈക്ലേസ് ചെയ്യുന്ന ATPയെ സൈക്ലിക് AMP ആക്കി മാറ്റും. അത് നോട്ട് ചെയ്യണേ. ഓക്കെ അല്ലേ. ഇനി നോക്കിക്കേ, അടുത്തത് നമ്മുടെ PK ആണ്. അടുത്ത ആള് PKA അല്ലേ, നമ്മുടെ പ്രോട്ടീൻ കൈനേസ് A ആണ്. അതിന് 2 സബ് യൂണിറ്റ് തന്നെയാണ് വരുന്നത്. ഒന്ന് ഏതാണ്, 2 സബ് യൂണിറ്റ് ഉണ്ട്. ഒന്ന് റെഗുലേറ്റർ സബ് യൂണിറ്റും, അടുത്തത് ഏതാണ്, അടുത്തത് കാറ്റലിറ്റിക് സബ് യൂണിറ്റും. ഓക്കെ ആണല്ലോ, റെഗുലേറ്റർ സബ് യൂണിറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഏതാ വരുന്നത്, നമ്മുടെ കാറ്റലിറ്റിക് സബ് യൂണിറ്റും വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഓരോ സബ് യൂണിറ്റിനും എന്താണ് ബൈൻഡ് ചെയ്യേണ്ട ഓരോ ഭാഗം, ബൈൻഡ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഏത്, ഇതാ നോക്കിക്കേ, സൈക്ലിക് AMP.
സൈക്ലിക് AMP അവിടെ ബൈൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ ബൈൻഡിങ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. നോക്കൂ ഓരോന്ന് നോക്കിക്കേ, ഓരോന്നിലും സ്യൂഡോ സബ്സ്ട്രേറ്റ് ഡൊമൈനും വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം എന്താ സംഭവം നോക്കാം. നോക്കിക്കേ, യെസ് നോക്കിക്കേ, ഇതാണ് നമ്മുടെ പ്രോട്ടീൻ കൈനേസ് എന്ന് പറഞ്ഞാൽ അതിൽ 2 സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് റെഗുലേറ്ററി സ്ട്രക്ചർ. കണ്ടോ, ഈ പോർഷനാണ് നമ്മുടെ ഏതെന്ന് പറഞ്ഞാൽ ഇതാണ് റെഗുലേറ്ററി സ്ട്രക്ചർ 2 അടുത്ത ഇതാണ് നമ്മുടെ കാറ്റലിറ്റിക് സ്ട്രക്ചർ. ഈ റെഗുലേറ്ററി സ്ട്രക്ചറിലാണ് നമ്മുടെ സൈക്ലിക് AMP വന്ന് ബൈൻഡ് ചെയ്യുക. കണ്ടോ, സൈക്ലിക് AMP വന്നിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യും. ആദ്യം ഇവിടെ അങ്ങനെ എന്ത് ചെയ്യും, കോപ്പറേറ്റീവ് ബൈൻഡിങ് ആണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഓരോന്ന് തമ്മിൽ ബൈൻഡ് ചെയ്യും. ഇങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റലിക് ഡൊമൈൻ ഫ്രീ ആവും. ശരിക്കും എങ്ങനെയാണെന്നറിയോ, ഒരു സൈക്ലിക് AMP ബൈൻഡ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇത് ഓഫാണ്, അല്ലെങ്കിൽ ഇത് ഇനാക്റ്റീവാണ്. കണ്ടോ, ഇനാക്റ്റീവാണ് നമ്മുടെ കാറ്റലിറ്റിക് ഡൊമൈൻ. അതിന് കാരണം എന്താണെന്നറിയോ, ഇവിടെ ഒരു സ്യൂഡോ സബ്സ്ട്രേറ്റ് ഡൊമൈൻ ഉണ്ട്, അത് വെച്ചിട്ട് ഇതിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? റെഗുലേറ്ററി ഡൊമൈൻ ഒരു സ്യൂഡോ സബ്സ്ട്രേറ്റ് ഡൊമൈൻ വെച്ചിട്ട് ഇതിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാറ്റലിറ്റിക് ഡൊമൈൻ ഇൻഹിബിറ്റ് ആയിട്ട് കിടക്കുക. ആ സമയത്താണ് സൈക്ലിക് AMP ഒന്ന് ഇവിടെ ബൈൻഡ് ചെയ്യുന്നത്. സൈക്ലിക് AMP വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഹിബിഷൻ പോവും. അങ്ങനെ ഇവർ സെപ്പറേറ്റ് ആവും. ഇവർ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ കാറ്റലിറ്റിക് ഡൊമൈൻ ആക്റ്റീവ് ആവും. മനസ്സിലായ പറഞ്ഞേ, കാറ്റലിറ്റിക് ഡൊമൈൻ എന്താവും, ആക്റ്റീവ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ആദ്യം നമ്മൾ പരിചയപ്പെട്ട അഡിനിലൈൻ സൈക്ലേസ് ആണ്. അഡിനിലൈൻ സൈക്ലേസിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ATPയെ സൈക്ലിക് AMP ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു പരിപാടി. ഇനി അടുത്ത PK ആണ്. PKൻ്റെ പരിപാടി സൈക്ലിക് AMP വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെഗുലേറ്ററിയും അതുപോലെ തന്നെ എൻസൈമാറ്റിക് ആയിട്ടുള്ള റീജിയനും സെപ്പറേറ്റ് ആവും. ദെൻ ആ എൻസൈമാറ്റിക് സബ് യൂണിറ്റ് ഓൺ ആവും. ഓക്കെ അല്ലേ, ഓൺ ആവും. ക്ലിയർ ആണല്ലോ. ഇനി നോക്കിക്കേ, ഇത് ഓൺ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, കണ്ടോ, ഓൺ ആവും. ഓക്കെ, ഇത് ഓൺ ആയി കഴിഞ്ഞാൽ ഇവർ ഫോസ്ഫോറിലേഷൻ കൊടുക്കും. പ്രോട്ടീൻ കൈനേസിന്റെ പ്രോപ്പർട്ടി എന്താ, ഫോസ്ഫോറിലേഷൻ. ഓക്കെ, കൈനേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫോറിലേഷൻ കൊടുക്കുന്ന ആളുകളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഫോസ്ഫോറിലേഷൻ കൊടുക്കും കേട്ടോ. നോക്കൂ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ റിസപ്റ്റർ ഓഫ് ആണ്, റിസപ്റ്റർ ഇനാക്റ്റീവ് ആണ്, ദെൻ എഫക്ടർ ഇനാക്റ്റീവ് ആണ്, G-alpha GDP ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അഡിനൈൻ സൈക്ലേസ് ഇനാക്റ്റീവ് ആണ്, എല്ലാവരും ഇനാക്റ്റീവ് ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, ഇനി ഇതാ അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ റിസപ്റ്റർ വന്ന് ബൈൻഡ് ചെയ്യുക. കണ്ടോ, എപ്പിനെഫ്രിൻ ബൈൻഡ് ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ. കണ്ടില്ലേ, നമ്മുടെ എപ്പിനെഫ്രിൻ എന്ത് ചെയ്യുന്നു, എപ്പിനെഫ്രിന് നമ്മുടെ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കൺഫർമേഷണൽ ചേഞ്ച് ടു ദി റിസപ്റ്റർ അല്ലേ, അവിടെ എന്ത് ചെയ്യുന്നു, കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാകുന്നു. കൺഫർമേഷണൽ ചേഞ്ച് റിസപ്റ്ററിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ G protein binding site of the receptor will exposed അല്ലേ, റിസപ്റ്ററിൻ്റെ പുറത്തുള്ള G protein ബൈൻഡ് ചെയ്യേണ്ട ഭാഗം എക്സ്പോസ്ഡ് ആകുന്നു. G protein will bind to the receptor. G protein അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു, ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ബൈൻഡ് ചെയ്തിട്ടോ ലിഗാൻഡ് ബൗണ്ട് റിസപ്റ്റർ ആക്ട് ആസ് എ ജെഫ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യുന്നു, അങ്ങനെ G protein എന്താ ബൈൻഡ് ചെയ്യേണ്ട ഭാഗം എക്സ്പോസ് ആകുന്നു, G protein വന്ന് ബൈൻഡ് ചെയ്യുന്നു. ദെൻ ഫൈനലി എന്താ ഉണ്ടാവുന്നത്, ലിഗാൻഡ് റിസപ്റ്റർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ജെഫ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ, ജെഫ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെ ആ ജെഫ് എന്ത് ചെയ്യുന്നു, ജെഫ് എന്താ ചെയ്യുക, GDPയെ GTP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ, GDPയെ GTP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ GTP ആയി മാറിക്കഴിഞ്ഞാൽ ഈ G ബീറ്റയിൽ നിന്നും ഗാമയിൽ നിന്നും നമുക്കറിയാം ആൽഫയ്ക്ക് എനർജി കിട്ടി, സോ ആൽഫ അവിടുന്ന് ഡിസോസിയേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ, അപ്പോൾ G ബീറ്റ ഗാമയിൽ നിന്ന് GTP ആയിട്ടുള്ള G-alpha GTP ഡിസോസിയേറ്റ് ചെയ്യുന്നു. അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നത് നോക്കിക്കേ, അഡിനിലൈൻ സൈക്ലേസിൻ്റെ അടുത്തേക്കാ എഫക്റ്റർ. ഓക്കെ, അഡിനിലൈൻ സൈക്ലേസിനെ പോയിട്ട് ബൈൻഡ് ചെയ്യും നമ്മുടെ G-alpha. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു, ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച്, നമ്മുടെ ലിഗാൻഡ് വന്നിട്ട് എപ്പിനെഫ്രിൻ വന്നിട്ട് എന്ത് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു, റിസപ്റ്ററിൽ എന്ത് എക്സ്പോസ് ആവുന്നു, G protein ബൈൻഡ് ചെയ്യേണ്ട ഭാഗം എക്സ്പോസ് ആവുന്നു, G protein ബൈൻഡ് ചെയ്യുന്നു. G protein ബൈൻഡ് ചെയ്തതിനു ശേഷം GDP എന്തായിട്ട് അവിടെ ജെഫ് ആക്ട് ചെയ്യുന്നു, സോ GDP ഉള്ളത് GTP ആയിട്ട് മാറുന്നു. ദെൻ GTP ആൽഫയ്ക്ക് എനർജി കിട്ടി, സോ GTP അവിടെ നിന്ന് ഡിസോസിയേറ്റ് ചെയ്യുന്നു, നേരെ എഫക്ടറിൻ്റെ അടുത്ത് പോകുന്നു, അഡിനിലൈൻ സൈക്ലേസിൻ്റെ അടുത്തേക്ക് പോകുന്നു. അഡിനിലൈൻ സൈക്ലേസ് ഓൺ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചല്ലോ, എന്താ ചെയ്യുക, അഡിനിലൈൻ സൈക്ലേസ് ATPയെ എന്താക്കി മാറ്റുന്നു, സൈക്ലിക് AMP ആക്കി മാറ്റുന്നു. ആ സൈക്ലിക് AMP അടുത്തത് എവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും, നമ്മുടെ എവിടെയാണ് ബൈൻഡ് ചെയ്യുക, സെക്കൻഡ് മെസ്സഞ്ചറിൽ അല്ലേ. സെക്കൻഡ് മെസ്സഞ്ചർ ആയ നമ്മുടെ പ്രോട്ടീൻ കൈനേസ് എയിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. പ്രോട്ടീൻ കൈനേസ് എ ഓൺ ആവുന്നു. ഓക്കെ ആണല്ലോ.
അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കുക. ലിഗാൻഡ് റിസപ്റ്റർ ബൗണ്ടിങ് നടക്കുന്നു, ജി പ്രോട്ടീന് എക്സ്പോസർ ബൈൻഡ് ചെയ്യേണ്ട ഭാഗം എക്സ്പോസർ ആവുന്നു, ജി പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്നു, ജെഫ് ആക്ട് ചെയ്യുന്നു, ജി ആൽഫ ജി ടി പി ആകുന്നു, ജി ടി പി ആകുന്നു, ജി ആൽഫ ജി ടി പി ഒന്ന് ഡിസോസിയേറ്റ് ചെയ്യുന്നു, എഫക്ടറിൽ പോയി ബൈൻഡ് ചെയ്യുന്നു, എഫക്ടർ അഡ്രിനലൈസ് സൈക്ലേസ് ഓൺ ആവുന്നു, എ ടി പി എന്തായിട്ട് മാറുന്നു, സൈക്ലിക് എം പി ആയിട്ട് മാറുന്നു, സൈക്ലിക് എം പി എന്താ ചെയ്യുക, നേരെ പോയിട്ട് പ്രോട്ടീൻ കൈനേസിൽ പോയി ബൈൻഡ് ചെയ്യുന്നു, പിന്നെ പ്രോട്ടീൻ കൈനേസ് ഓൺ ആവുന്നു. ഓക്കെ അല്ലേ? ഇത്രയാണ് ഇവിടെ പറയാനുള്ളത്. ഈ പ്രോട്ടീൻ കൈനേസ് ഓൺ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയോ? പിന്നെ അത് എല്ലാം എടുത്ത് നോക്കിക്കേ, കണ്ടോ? വെൻ ദ എമൗണ്ട് ഓഫ് സൈക്ലിക് എം പി ഇൻക്രീസസ് ഇറ്റ് വിൽ ആക്ടിവേറ്റ് പ്രോട്ടീൻ കൈനേസ് എ. പ്രോട്ടീൻ കൈനേസ് എ അത് ആക്ടിവേറ്റ് ആക്കുന്നു. പിന്നെ അടുത്ത സൈക്ലിക് എം പി വിൽ ബൈൻഡ് ടു ദ റെഗുലേറ്ററി സബ് യൂണിറ്റ്. കൺഫർമേഷണൽ ചേഞ്ച് ഒക്കേഴ്സ് അറ്റ് റെഗുലേറ്ററി സബ് യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം, റെഗുലേറ്ററി സബ് യൂണിറ്റിൽ കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാകുന്നു, കൈനേസ് ആക്ടിവിറ്റി ഓൺ ആൻഡ് ഫോസ്ഫോറിലേഷൻ നടക്കും. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു, നടക്കുന്നു. ഓക്കെ, യെസ്. ഇനി നോക്കിക്കേ, എന്താ ചെയ്യുക? നമ്മുടെ ഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട് അല്ലേ? ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയിട്ട് ഇപ്പോൾ നമ്മുടെ സെല്ലിനകത്ത് പ്രോട്ടീൻ കൈനേസ് ഓൺ ആയിട്ടുണ്ട്, അത് എല്ലായിടത്തും പോയിട്ട് അറഞ്ചും എന്ത് കൊടുക്കുന്നു? ഫോസ്ഫോറിലേഷൻ കൊടുക്കും. അതെങ്ങനെ കൊടുക്കാൻ നോക്കിക്കേ. അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. GS, GP, GPK. ഓക്കെ, GS എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജൻ സിന്തേസ്. GS എന്താണ്? ഗ്ലൈക്കോജൻ സിന്തേസ് ആണ്. അടുത്ത GP ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ്. ആരാണ് ആള്? ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ്. അടുത്ത GPK ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈൽ കൈനേസ്. ഓക്കെ, ഈ പേരിൽ തന്നെ നമുക്ക് കിട്ടും GS. സിന്തേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. സിന്തേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്തസിസ്. അപ്പോൾ ഗ്ലൈക്കോജൻ സിന്തസിസ് നടത്തുന്ന ആളാണ് GS അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ സിന്തേസ്. അടുത്ത GP ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ്, അതായത് ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ആളാണ് GP. ഓക്കെ, GS എന്താ ചെയ്യുക? ഗ്ലൈക്കോജൻ ഉണ്ടാക്കും. GS നമ്മുടെ ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അടുത്ത ആളാണ് GPK എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഫോസ്ഫോറിലേഷൻ കൊടുക്കുക? GPക്ക് ഫോസ്ഫോറിലേഷൻ കൊടുക്കുന്ന ആളാണ് GPK. ഓക്കെ അല്ലേ? അപ്പോൾ 3 ആൾക്കാരെ പരിചയപ്പെട്ടു. GS എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജൻ സിന്തേസ് ആണ്, GP എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജൻ്റെ ബ്രേക്ക് ഡൗൺ നടത്തുന്ന ആളാണ്, GPK എന്ന് പറഞ്ഞാൽ GPക്ക് ഫോസ്ഫോറിലേഷൻ കൊടുക്കുന്ന ആളാണ്. ഓക്കെ അല്ലേ? നോട്ട് ചെയ്യണേ. യെസ്. ഇനി നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. എന്താ ചെയ്യുക നോക്കിക്കേ. നമ്മളൊരു ന്യൂറൽ ടിഷ്യൂ അല്ലെങ്കിൽ നമുക്കറിയാം എപ്പിനെഫ്രിൻ ഏത് സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക? നമ്മൾ പിന്നാലെ ഒരു ഡോഗ് കൂടി അല്ലെങ്കിൽ ഒരു നായ കൂടി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നോക്കി നിൽക്കില്ല, നമ്മൾ അറിയാണ്ട് നമ്മൾ ഓടാൻ തുടങ്ങും. ആ ഓടുന്ന സമയത്താണ് നമ്മളെ ബോഡിയിൽ എപ്പിനെഫ്രിൻ ആക്ട് ചെയ്യുക. ഓക്കെ, എപ്പിനെഫ്രിൻ ഉണ്ടാവും, നമ്മളെ അകത്ത് ഭയം ഉണ്ടാവും അല്ലേ? ഒപ്പം തന്നെ നമ്മളെ ബോഡിക്ക് കൂടുതൽ ഗ്ലൂക്കോസ് ആവശ്യമുണ്ട്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാ പ്രോസസ്സും നടക്കും. എപ്പിനെഫ്രിന് ജി പ്രോട്ടീനിലൊക്കെ പോയി ബൈൻഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ നടന്നിട്ട് ഫൈനലി നമ്മുടെ PK ഓൺ ആവും. PK ഓൺ ആയി കഴിഞ്ഞാൽ PK ചെയ്യുന്ന ആദ്യത്തെ പരിപാടി നോക്കിക്കേ. PK ഓൺ ആയി, PK പോയിട്ട് ആദ്യം തന്നെ GPKക്ക് എന്ത് കൊടുക്കും? ഫോസ്ഫോറിലേഷൻ കൊടുക്കും. ഓക്കെ, GPK എന്ന് പറഞ്ഞാൽ ആരായിരുന്നു ഓർക്കുന്നുണ്ടോ? GPK എന്ന് പറഞ്ഞാൽ GPക്ക് ഫോസ്ഫോറിലേഷൻ കൊടുക്കുന്ന ആളാണ്. ശരിക്കും ഒരു കാര്യം പറയട്ടെ, ഈ ഫോസ്ഫോറിലേഷന് ഭയങ്കര എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ അടി കൊടുക്കുന്ന പോലെയാണ്. ഓക്കെ, ഒരാളെ തലക്കിട്ട് അടിക്കണ പോലെയാണ് ശരിക്കും ഫോസ്ഫോറിലേഷൻ. ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ തലക്കിട്ട് അടിച്ചാൽ എന്താ സംഭവിക്കുക? അയാൾ ഉണരും അല്ലേ? ഉണർന്നിരിക്കുന്ന ഒരാളെ തലക്കടിച്ചാൽ എന്താ സംഭവിക്കുക? അയാൾ ഓഫ് ആവും അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഫോസ്ഫോറിലേഷൻ ആക്റ്റീവായ ഒരാൾക്ക് ഫോസ്ഫോറിലേഷൻ കൊടുത്താൽ അയാൾ ഓഫ് ആവും. ഓക്കെ അല്ലേ? ആക്റ്റീവായ അല്ലാത്തൊരാൾക്ക് ഫോസ്ഫോറിലേഷൻ കൊടുത്താൽ അയാൾ ഓൺ ആവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? GPK എന്ത് ചെയ്യുന്ന പറഞ്ഞത്? GPK നമുക്കറിയാമായിരുന്നു. GPKൻ്റെ പരിപാടി GPക്ക് ഫോസ്ഫോറിലേഷൻ കൊടുക്കുന്ന ആളാണ്. GPK എന്താ ചെയ്യുക? നമ്മുടെ GPക്ക് ഫോസ്ഫോറിലേഷൻ. GP എന്തായിരുന്നു? ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ആളാണ്. ഗ്ലൈക്കോജൻ്റെ ബ്രേക്ക് ഡൗൺ നടത്തുന്ന ആളായിരുന്നു GP. അതിന് ഫോസ്ഫോറിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓണാണ്. ഓണായ ഒരാൾക്ക് ഫോസ്ഫോറിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓഫ് ആവും. മനസ്സിലായ പറഞ്ഞേ? ഓണായ ഒരാൾക്ക് ഫോസ്ഫോറിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ഓഫ് ആവും. ഓക്കെ, അപ്പോൾ അതിനെ ഓഫ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ GPK. ഓക്കെ അല്ലേ? അപ്പോൾ ബ്രേക്ക് ഡൗൺ ഓഫ് ആക്കുന്ന, അതായത് ഏത് ഗ്ലൈക്കോജൻ സിന്തസിസിന്റെ ബ്രേക്ക് ഡൗൺ ഓഫ് ആക്കുന്ന ഒരാളായിരുന്നു ആര് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജനെ എന്ത് ചെയ്യുന്ന ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഓഫ് ആക്കുന്ന ആളായിരുന്നു GPK. ഓക്കെ, അപ്പോൾ നമ്മൾ PK വന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ എന്താ കൊടുക്കുക? PK എന്ത് ചെയ്യുന്നു? GPKക്ക് ഒരു ഫോസ്ഫോറിലേഷൻ കൊടുക്കും, ഒരു തലക്കൊരു അടി കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ GP ഓൺ ആവും. GP ഓൺ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, നമുക്കറിയാം നമ്മൾ പിന്നാലെ നമുക്ക് എന്തെങ്കിലും ഒരു എന്താണ് കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? കൂടുതൽ ഓക്സിജൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്താ സംഭവിക്കുക? നമ്മുടെ PK പോയിട്ട് GPക്ക് ഫോസ്ഫോറിലേഷൻ കൊടുക്കും, പിന്നെ നമ്മുടെ GPKക്ക് ഫോസ്ഫോറിലേഷൻ കൊടുക്കും, പിന്നെ നമ്മുടെ GP ഓൺ ആവും. GP ഓൺ ആയി കഴിഞ്ഞാൽ ഗ്ലൈക്കോജനെ ഫുള്ള് ഗ്ലൂക്കോസ് ആക്കും. ഓക്കെ, ഇനി അടുത്തൊരു പരിപാടി നോക്കിക്കേ. GSന്റെ പരിപാടി എന്താ? ഗ്ലൈക്കോജൻ സിന്തസിസാണ്.
നേരെ പോയിട്ട് ഈ PK ഗ്ലൈക്കോജൻ സിന്തസിസ് ചെയ്യുന്ന GS ഒരു തലക്കൊരു അടി കൊടുക്കും, ഒരു ഫോസ്ഫോറിലേഷൻ കൊടുക്കും. അത് കൊടുത്താൽ അത് ഓഫ് ആവും. അപ്പോൾ ഗ്ലൈക്കോജൻ്റെ സിന്തസിസ് കുറയും. അതായത് നമ്മളെ ബോഡിയിൽ ഒരു അഡ്വേഴ്സ് കണ്ടീഷൻ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ക്രിട്ടിക്കലായ ഒരു സമയത്ത് എന്ത് ചെയ്യും, ഗ്ലൈക്കോജൻ്റെ സിന്തസിസ്, അതായത് ഗ്ലൈക്കോജൻ എങ്ങനെ ഉണ്ടാക്കൂല, ഗ്ലൂക്കോസിനെ ചേർത്തിട്ടാണ് ഗ്ലൈക്കോജൻ ആക്കി മാറ്റുക, ആ പരിപാടി നടക്കൂല. തിരിച്ച് സ്റ്റോർ ചെയ്ത് വെച്ച ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ആ പ്രോസസ്സാണ് കൂടുതൽ നടക്കുക. അതെങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഒന്നും കൂടെ ശ്രദ്ധിക്കൂ. പ്രോട്ടീൻ കൈനേസ് എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ കൈനേസ് നേരെ GPK ഒരു ഫോസ്ഫോറിലേഷൻ കൊടുക്കുന്നു. സോ അവർ ഓഫ് ആവുന്നു. അവർ ഓഫ് ആയി കഴിഞ്ഞാൽ GP ഓൺ ആവുന്നു. GP ഓൺ ആയി കഴിഞ്ഞാൽ ഗ്ലൈക്കോജൻ്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നു, കുറേ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. അടുത്ത PK ചെയ്യുന്ന GS ഒരു അടി കൊടുക്കും. അപ്പോൾ GS ബ്രേക്ക് എന്താവും, ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പരിപാടി നിർത്തും. ഓക്കെ, ഇനി നമ്മളെ ആ ഒരു അവസ്ഥ കഴിഞ്ഞു, ഡോഗ് പിന്നാലെ കൂടിയതൊക്കെ കഴിഞ്ഞു, നമ്മൾ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ നോർമലി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കൂല, ഒക്കെ സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പോൾ തിരിച്ച് നടക്കും, ഗ്ലൈക്കോജനെ സ്റ്റോർ ചെയ്ത് വെക്കും, അതായത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റും, അതായത് GS ഓൺ ആവും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ GPK എന്താവും, ഓൺ ആവും, നമ്മുടെ GP ഓഫ് ആവും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ച് നടക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലടാ? അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നിങ്ങളൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? യെസ്. ഇനി നോക്കിക്കേ, ഒരു മസിലിൻ്റെ അകത്ത് എന്താ നടക്കുക നമ്മൾ പറഞ്ഞത്. മസിലിൻ്റെ അകത്ത് എന്ത് നടക്കും? ഈ എപ്പിനെഫ്രിൻ ഓൺ ആയി കഴിഞ്ഞാൽ ഡിക്രീസ്ഡ് ഗ്ലൈക്കോജൻ സിന്തസിസ്, ഗ്ലൈക്കോജൻ്റെ സിന്തസിസ് കുറയും. ഗ്ലൈക്കോജൻ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നത് കുറയും. അതേസമയം എന്ത് കൂടും? ഇൻക്രീസ്ഡ് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ. ഓക്കെ അല്ലേ? നമുക്കറിയാം ഗ്ലൈക്കോജൻ സിന്തസിസ് ചെയ്യുന്ന ആളാണ് ആര്? ഗ്ലൈക്കോജൻ സിന്തസിസ് ചെയ്യുന്ന ആൾ GSഉം എന്താണ് ഗ്ലൈക്കോജൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ആൾ GP ആണ്. അപ്പോൾ GP ഓൺ ആവണം, GS ഓഫ് ആവണം. ഓക്കെ അല്ലേ? GPനെ ഓഫ് ആക്കുന്ന ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു? അതൊന്ന് ഓർത്ത് നോക്കിക്കേ, GPK. അപ്പോൾ GPKനെ ഓഫ് ആക്കണം. ഇത്രയും പരിപാടിയാണ് അവിടെ നടക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? എന്തൊക്കെയാണ് പറഞ്ഞത്? GS ഓഫ് ആവണം, അതേപോലെ GP ഓൺ ആവണം, GPK ഓഫ് ആവണം. ക്ലിയർ അല്ലേ? ഇത്രയും നടക്കണം. അപ്പോൾ ദാ PK ആക്റ്റീവ് ആണ്. PK ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോസ്ഫോറിലേറ്റ്, GSന് ഒരു ഫോസ്ഫോറിലേഷൻ കൊടുക്കും, ഇത് ഓഫ് ആവും. അതേപോലെ തന്നെ അവർ ഓഫ് ആവും. ക്ലിയർ ആണല്ലോ? നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ GSന് ഫോസ്ഫോറിലേഷൻ കൊടുക്കുന്നു, അവർ ഓഫ് ആവുന്നു. ക്ലിയർ അല്ലടാ? ഓക്കെ അല്ലേ? യെസ്. ഇനി നോക്കിക്കേ, അടുത്തതാ ലാസ്റ്റ് നോക്കിക്കേ, എന്താണ്? സ്റ്റിമുലേഷൻ ഓഫ് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ. സ്റ്റിമുലേഷൻ ഓഫ് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗണിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുക? PK ഫോസ്ഫോറിലേറ്റ് ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈൽ കൈനേസ്. ഏതാണ് അത്? ആരാണ്? നമ്മുടെ GS ഏതാ അല്ലേ? GPK ഒരു ഫോസ്ഫോറിലേഷൻ കൊടുക്കും, അപ്പോൾ ഇത് ഓഫ് ആവും. അപ്പോൾ ആര് ഓൺ ആവും? നമ്മുടെ GP ഓൺ ആവും അല്ലേ? GPK become active and എന്താ ഫോസ്ഫോറിലേറ്റ് ദ അനദർ പ്രോട്ടീൻ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലൈസ് ആൻഡ് become active. കണ്ടോ? GPനെ ആക്റ്റീവ് ആക്കണമെങ്കിൽ ഇവരെന്ത് ചെയ്യണം? ഒരു ഫോസ്ഫോറിലേഷൻ കൊടുക്കണം. ആ ഫോസ്ഫോറിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ GP ഇവിടെ ഓൺ ആവും. GP ഉറങ്ങി കിടക്കുന്ന ഒരാളായിരുന്നു, അയാളെ ഓൺ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ഫോസ്ഫോറിലേഷൻ കൊടുക്കണം. ആ ഫോസ്ഫോറിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവും? ഓൺ ആവും. ക്ലിയർ ആണല്ലോ? ഇനി ഓക്കെ, GP ബ്രേക്ക് ഡൗൺ ഗ്ലൈക്കോജൻ ഇൻറ്റു ഗ്ലൂക്കോസ്. അപ്പോൾ GP എന്ത് ചെയ്യുന്നു? GP എന്താ ചെയ്യുക? ഗ്ലൈക്കോജനെ എന്തായിട്ട് മാറ്റുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഓക്കെ ആണല്ലോ? ഒറ്റ മിനിറ്റ്, ഒന്നും കൂടെ നോക്കണേ, ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ടേ. നോക്കൂ എല്ലാവരും, ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. നമ്മൾ പറഞ്ഞ ഒന്നും കൂടെ നോക്കണേ. നമ്മുടെ GP എന്താ ചെയ്യുക? GP എന്താ ചെയ്യുക നോക്കിക്കേ. GPക്ക് ഫോസ്ഫോറിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ GPKക്ക് ഫോസ്ഫോറിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ GPനെ ഓൺ ആക്കും. ഓക്കെ, GP ഓൾറെഡി ഇവിടെ ഉറങ്ങുക. ക്ലിയർ ആണല്ലോ? GP ഉറങ്ങി കിടക്കുന്ന ആളാണ്. സോ അവനെ ഓൺ ആക്കണമെങ്കിൽ നേരെ ആർക്ക്? നമ്മുടെ പ്രോട്ടീൻ കൈനേസ് GPKക്ക് ഒരു ഫോസ്ഫോറിലേഷൻ കൊടുക്കും, അപ്പോൾ ഇവർ ഓൺ ആവും. ഇവർ ഓൺ ആയി കഴിഞ്ഞാൽ ഇവരെയും ഓൺ ആക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവർ ഓൺ ആയി. ഓക്കെ, ഇനി ഒരു ഫോസ്ഫോറിലേഷൻ ഇവർക്ക് കിട്ടിയാൽ ഇവർ ഓഫ് ആവും. ഓക്കെ അല്ലേ? ഒന്നും കൂടെ ശ്രദ്ധിക്കണം. PK ഓൺ ആവുന്നു, PK GPK ഒരു ഫോസ്ഫോറിലേഷൻ കൊടുക്കുന്നു, അവർ ഓൺ ആവുന്നു. അവർ ഓൺ ആയി കഴിഞ്ഞാൽ നേരെ GPക്ക് ഫോസ്ഫോറിലേഷൻ കൊടുക്കുന്നു, അപ്പോൾ GP എന്ത് ചെയ്യുന്നു? ഓൺ ആകുന്നു. ക്ലിയർ അല്ലേ? അടുത്ത GSന് ഫോസ്ഫോറിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓഫ് ആവും. ഓക്കെ അല്ലേ? അതൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് കേൾക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവുമേ. യെസ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ?
ഇനി നോക്കിക്കുക, അപ്പോൾ ഇത്രയും ഫോസ്ഫോറിലേഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ട് നമ്മളെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുന്നു. ആ ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് മറികടന്ന് നമ്മുടെ ആരോഗ്യത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഓക്സിജനും ഗ്ലൂക്കോസൊക്കെ കിട്ടുമ്പോൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ത്രൂ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, സർവൈവ് ചെയ്യുന്നു. അങ്ങനെ ഒരു അവസ്ഥ കഴിയും. ഓക്കെ, ഇനി ന്യൂക്ലിയസിനകത്തും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ കാറ്റലൈറ്റിക് സബ് യൂണിറ്റ് എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയസിനകത്തേക്ക് കയറും. അതായത് പ്രോട്ടീൻ കൈനേസ് എന്റെ ഭാഗം ന്യൂക്ലിയസിനകത്ത് കയറിയിട്ട് അവിടെയും ഒരുപാട് ഫോസ്ഫോറിലേഷൻസ് കണ്ടോ, ഒരുപാട് ഫോസ്ഫോറിലേഷൻസ് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചില എന്തിനെ ക്യാൻ റിക്രൂട്ട് സം കോ ആക്ടിവേറ്റേഴ്സ്, CBP പോലത്തെ ചില കോ ആക്ടിവേറ്റേഴ്സിനെ എന്ത് ചെയ്യുന്നു, അവർ റിക്രൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നോക്കിക്കേ, ക്രബിയിൽ പോയിട്ടൊക്കെ എന്ത് ചെയ്യും, ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ് ക്രബി എന്ന് പറയുന്നത്. ക്രബ് എന്ന് പറയുന്നത് അതിനെന്ത് ചെയ്യുന്നു, അതിന് ഫോസ്ഫോറിലേഷൻ കൊടുത്ത് ആക്ടിവേറ്റ് ആക്കും. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് കയറിയിട്ട് ഒരുപാട് നമുക്കറിയാം ന്യൂക്ലിയസിനകത്ത് ഇനി എന്താ നടക്കാനുള്ളത്, നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് അല്ലേ. അതുകൊണ്ട് തന്നെ കുറേ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനെ ഓണാക്കും. ആ ഓണാക്കുന്ന പരിപാടിയും കൂടി നമ്മുടെ PK ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ജീൻ ലെവലിൽ നടക്കുന്ന കാര്യങ്ങളും കൂടി എന്ത് ചെയ്യും, അവിടെ നടക്കും. ഓക്കെ, ഇനി നോക്കിക്കേ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നു അല്ലേ. ഇനി ഇത് ടെർമിനേറ്റ് ചെയ്യണം അല്ലേ. ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. ആ കാര്യം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് നടക്കേണ്ടിയിരിക്കുന്നു, അതിന് ടെർമിനേഷൻ നടക്കണം. ആ ടെർമിനേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്ത് നോക്കിയേ, ടെർമിനേഷന് ഇൻട്രിൻസിക് GT-പേസ് ആക്ടിവിറ്റി. അതായത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, GT-പേസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, GT-പേസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GTPയെ ബ്രേക്ക് ചെയ്തിട്ട് GDP ആക്കി മാറ്റും. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ആൽഫ എന്തുകൊണ്ടാണ് ഓണായത്. ആൽഫ ഓൺ ആവാൻ കാരണം GDP മാറിയിട്ട് GTP വന്നു അല്ലേ. GDP മാറി GTP വന്നത് കൊണ്ടാണ് ആൽഫ ഓൺ ആയത്. അപ്പോൾ ആൽഫനെ എന്ത് ചെയ്യണം, നമുക്കിനി ഓഫ് ആക്കണം. ഓഫ് ആക്കണമെങ്കിൽ അവിടെ എന്താക്കണം, ആ GTPയെ മാറ്റിയിട്ട് GDP ആക്കിയാൽ പോരെ. യെസ്, കുറേ കഴിയുമ്പോൾ അവസാനം എൻഡ് ആവുന്ന സമയത്ത് ഇൻട്രിൻസിക് GT-പേസ്, അതായത് നമ്മുടെ GPCRന് ഒരു എബിലിറ്റി കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു GPCRന് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന്. സോ അത് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി കാണിച്ചിട്ട് ആ GTP അങ്ങ് കട്ട് ചെയ്ത് GDP ആക്കി മാറ്റും. അപ്പോൾ ഇത് ഫുൾ ഓഫ് ആവും. ഒന്നത്. അടുത്ത നോക്കിക്കേ, ഫോസ്ഫോഡൈസ്റ്ററൈസ് ആണ്. അതായത് ചില എൻസൈം, ഫോസ്ഫോഡൈസ്റ്ററൈസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമാണ്. ഈ എൻസൈമിന്റെ പരിപാടി എന്താണെന്ന് അറിയോ, നമ്മൾ നേരത്തെ സൈക്ലിക് AMP കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരുന്നു. അഡിനിലൈസ് സൈക്ലേസ് എന്താ ഉണ്ടാക്കിയിരുന്നത്, സൈക്ലിക് AMP ഉണ്ടാക്കിയിരുന്നു. ആ സൈക്ലിക് AMP എന്താക്കി മാറ്റും നോക്കിക്കേ, ആ സൈക്ലിക് AMPയെ വെറും AMP ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ വെറും AMP ആക്കി മാറ്റി കഴിഞ്ഞാൽ സൈക്ലിക് AMP ഉണ്ടെങ്കിൽ നമ്മളെ PK ഓൺ ആവുള്ളൂ. ഓർക്കുന്നുണ്ടോ, നമ്മുടെ PK ഓൺ ആവണമെങ്കിൽ സൈക്ലിക് AMP വേണം. ഇത് വെറും AMP ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഓൺ ആവില്ല. സോ അത് നമുക്ക് ഓഫ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുക, ഓഫ് ചെയ്യുക നമ്മൾ പറയുന്നത്. ഒന്നാമത്തേതായിരുന്നു ഇൻട്രിൻസിക് GT-പേസ് ആക്ടിവിറ്റി ഓഫ് എന്താണ് G-alpha-S. ഓക്കെ, ഇനി അടുത്ത ഫോസ്ഫോഡൈസ്റ്ററൈസ് ആണ്. അവരെന്ത് ചെയ്യുന്നു, സൈക്ലിക് AMPയെ AMP ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി അടുത്ത ഫീഡ്ബാക്ക് റിപ്രഷൻ ആണ്. അതായത് ഫുള്ളി ആക്റ്റീവ് ആയിട്ട് നമ്മുടെ PKയെ പോയിട്ട് നമ്മുടെ സൈറ്റോസോളിക് ഡൊമൈനിലൊക്കെ റിസപ്റ്ററിനും പോയിട്ടും എന്ത് ചെയ്യും, ഫോസ്ഫോറിലേഷൻ കൊടുത്തു. ഞാൻ പറഞ്ഞു മുഴുവനായിട്ട് ആക്റ്റീവ് ആവും നമ്മുടെ PK എല്ലായിടത്തും പോയി ഫോസ്ഫോറിലേഷൻ കൊടുക്കും. ആ ഫോസ്ഫോറിലേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ GPCRനും പോയിട്ട് കൊടുക്കും. അപ്പോൾ GPCR ഓഫ് ആവും. ഓക്കെ അല്ലേ. ഇനി നോക്കിക്കേ, ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ കൈനേസ് മീഡിയേറ്റഡ്. അടുത്തൊരു മീഡിയേറ്റഡ് ആണ് ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ കൈനേസ് മീഡിയേറ്റഡ്. ഇവിടെ എന്താ നോക്കി, കൈനേസ് ഓഫ് GPCRന് ഫോസ്ഫോറിലേഷൻ കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അവർ ഓണായിട്ട് എന്ത് ചെയ്യുന്നു, നേരെ പോയിട്ട് സൈറ്റോസോളിക് പോർഷനിലെ C3, C4, C2 പോയി ഫോസ്ഫോറിലേഷൻ കൊടുക്കും. നമുക്കറിയാം G പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യുന്ന ഭാഗമാണ്. അവിടെ ഫോസ്ഫോറിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ വേറൊരാളും കൂടെ വന്ന് ബൈൻഡ് ചെയ്യും. ബീറ്റ അറസ്റ്റിനും കൂടെ അവിടെ വന്നിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ റിസപ്റ്ററിനെ ബീറ്റ അറസ്റ്റിനും കൂടെ വന്ന് ബൈൻഡ് ചെയ്യും. ബീറ്റ അറസ്റ്റിൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം AP2 ക്ലാദറിൻ ക്ലോട്ടഡ് വെസിക്കിൾ, അതായത് ഇതിനെ പൊതിഞ്ഞു വെക്കും. ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പ്രോസസ്സൊക്കെ നടന്നു, കണ്ടിന്യൂ ആയി. ഇനി നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണം. ഇത് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണ്ടേ, വീണ്ടും ഇത് നടക്കാൻ പാടില്ല. സ്റ്റോപ്പ് ചെയ്യണം. അതിനെന്ത് ചെയ്യാൻ പറ്റും നോക്കുന്നു. ഒന്ന് GT-പേസ് ആക്ടിവിറ്റി, ഇവിടുത്തെ G-alpha-നെ ഓഫ് ആക്കി കളയും. അപ്പോൾ ഈ സ്റ്റെപ്പ് മൊത്തം സ്റ്റോപ്പ് ആവും. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, അടുത്ത നമ്മൾ പറഞ്ഞത് എന്താണ്, ഇവിടുത്തെ എഫക്റ്റർ ഉണ്ടാക്കുന്ന സൈക്ലിക് AMPയെ വെറും AMP ആക്കി മാറ്റും. അപ്പോഴും അത് ഓഫ് ആവും. പിന്നെ അടുത്തത് ഏതാ പറഞ്ഞത് തേർഡ് പറഞ്ഞ ഫീഡ്ബാക്ക് റിപ്രഷൻ ആണ്. PK പോയിട്ട് ഇത് നമ്മുടെ GPCRന് ഫോസ്ഫോറിലേഷൻ കൊടുക്കും. അപ്പോൾ വീണ്ടും ഓഫ് ആവും. പിന്നെ ഫൈനലി ഏതാ പറഞ്ഞത്, ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ കൈനേസ് ആണ്. അതായത് ഇവിടെയൊക്കെ ഫോസ്ഫോറിലേഷൻ കൊടുത്തിട്ട് ഇതിനൊരു അറസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെ അറസ്റ്റിൻ ബൈൻഡ് ചെയ്യുന്നു. ദെൻ ഫൈനലി എന്താ സംഭവിക്കുക, ഇത് ഡീഗ്രേഡ് ആവും. ഓക്കെ, ഇതിനൊരു AP2 ക്ലാദറിൻ കോട്ടിൽ ആക്കിയിട്ട് ഇത് എന്ത് ചെയ്യുന്നു, ഡീഗ്രേഡ് ആകുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം വൈൻഡപ്പ് ആവാനായി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്ന് വേഗം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കേ, എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കൂ. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ഐഫർ നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് ഓഫേഴ്സ് വെക്കുന്നുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് വളരെ കുറച്ച് അഡ്മിഷൻസേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എന്ത് ചെയ്യുക, ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എല്ലാവരും അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫാക്കൽറ്റീസും ഏറ്റവും നല്ല എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരും അഡ്മിഷൻ എടുക്കുക. ക്ലാസ്സസ് ഒക്കെ നന്നായിട്ട് കേൾക്കുക. ഓക്കെ ആണല്ലോ. പിന്നെ ഓഫേഴ്സ് മറക്കണ്ട, ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ച് തരികയാണ് ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന്. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫർ ഉണ്ട്. നിങ്ങളൊരു മദർ ആണോ, നിങ്ങൾക്ക് 20% ഓഫർ ഉണ്ട്. നിങ്ങൾ ഗ്രൂപ്പായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് 30% ഓഫർ ഉണ്ട്. നിങ്ങൾ ഇനി ഇവിടുത്തെ ഒരു അലുമിനി ആണോ, സോ നിങ്ങൾക്ക് 35% ഓഫർ ഉണ്ട്. സോ ഇത്രയും ഓഫർ പ്രൊവൈഡ് ചെയ്യുന്ന ഐഫറിനെ എന്ത് ചെയ്യുക, നിങ്ങൾ പെട്ടെന്ന് തന്നെ സമീപിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ